السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الجبار والصمد الغفار. وأشهد أن لا إله إلا الله الواحد القهار. وأشهد أن محمدًا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فرجعنا نعمل صالحا إنها موقنون. ألا إنما الدنيا حلام نائمين وما خير عيش لا يكون بدائم. تأمل إذا ما نلت باللمس لذتا فأفنيتها هل أنت إلا كحالمي. وما الموت إلا شاهد مثل غائبه وما الناس إلا جاهل مثل عالمه. വേദിയിൽ ഉപവിഷ്ടരായ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞ പ്രിയമുള്ള കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, അതിലുപരി ഈ ഈസ്റ്റ് ഒറ്റപ്പാലം അങ്ങാടിയിൽ സദസ്സിന് പുറത്ത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതരമത ആദർശ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ പരിമിതമായ സമയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ വഴിവിട്ട ജീവിതവും നഷ്ടമാകുന്ന പരലോകവും എന്ന തലവാചകത്തിൽ നിന്ന് കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഏറെ ശ്രദ്ധേയമായ ആധുനിക കാലഘട്ടത്തിലെ വഴിവിട്ട ജീവിതവുമായി ബന്ധപ്പെട്ട ഹൃദ്യമായൊരു സംസാരം ബഹുമാന്യനായ അനുജ സുഹൃത്ത് ഷംജാസ് കെ അബ്ബാസ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമുക്കേറെ
ആത്യന്തികമായി രക്ഷപ്പെടാനുള്ള ലോകമെന്ന് പറയുന്നത് പരലോകമാണ്. ഈ ലോകത്ത് എന്ത് നഷ്ടം വന്നാലും ഒരുപക്ഷെ അതിനെ നികത്തിയെടുക്കാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടാകാം. പക്ഷെ പരലോകത്തിന്റെ ജീവിതത്തിൽ ഒരു നഷ്ടം ഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാനോ നികത്തിക്കൊണ്ടുപോകുവാനോ ഒരവസരവും നമ്മളുടെ മുമ്പിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, ജീവിതത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെടുന്ന ഒരു സമയം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. ആ ഒറ്റപ്പെടുന്ന സമയം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ ജീവിതത്തിലെ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ച് ശരിയായ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. നോക്ക് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പലരുമുണ്ട്. ബന്ധുക്കളായി, കൂട്ടുകാരായി, കുടുംബാദികളായി പലതിനും നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടാകും. പക്ഷെ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മളിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ മാത്രം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിലാണ് തലവെച്ച് കിടക്കുന്നതെങ്കിലും, പ്രിയപ്പെട്ട മക്കളാണ് ചുണ്ടിലേക്ക് വെള്ളം തൊട്ടു തരുന്നതെങ്കിലും, അവരാരും അറിയാതെ നമ്മളെ മാത്രം അറിയുന്ന കണ്ണെത്താ ദൂരത്തിലൂടെ വ്യാപിച്ചു കിടക്കുന്ന അള്ളാഹുവിന്റെ മലായിക്കത്തുകളെ നമ്മൾ കണ്ടുമുട്ടുന്ന നിമിഷം, ഏതോ ഒരു പ്രത്യേകമായ ദിശയിലേക്ക് കണ്ണു നട്ട് കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് പോലും സ്വന്തം കരങ്ങളെ കൊണ്ട് തുടക്കാൻ കഴിയാതെ നിസ്സഹായനായി കാത്തുകെട്ടി കിടക്കുന്ന ഒരു നിമിഷമുണ്ട്. പ്രിയമുള്ളവരെ, ആ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മളിലൂടെ കടന്നു വരുമ്പോ അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖിയാമയിലൂടെ ആ വേദനയെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. കല്ലാ ഇദാ ബലഅതി തറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق കല്ലാ വേണ്ടടോ ഇദാ ബലഅതി തറാഖിയ, റൂഹ് വന്ന തൊണ്ടക്കൊടിയിലൂടെ കുരുങ്ങുമ്പോ ഈ ലോകത്തോട് വിട പറയുന്ന രംഗമാണ്. ഇനി ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ മരണം റൂഹ് വന്ന തൊണ്ടക്കൊടിയിലൂടെ കുരുങ്ങുമ്പോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനൊരു സാഹചര്യമുണ്ടോ എന്നറിയാൻ അവനിങ്ങനെ തേടുകയാണ്. ആരെങ്കിലും ഉണ്ടോ റാക്ക് വൈദ്യം നടത്താൻ, ചികിത്സ നടത്താൻ? ഇനി ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ആരുമില്ല. അവൻ മനസ്സിലാക്കുന്നുണ്ട്, വദന്ന അന്നഹുൽ ഫിറാഖ്, അവരുടെ വേർപാടിന്റെ സമയമാണെന്നവരെ മനസ്സിലാക്കുമ്പോ ഈ ലോകത്തോടെ വിട പറയുകയാണെന്ന യാഥാർത്ഥ്യങ്ങളെ അവർ തിരിച്ചറിയുമ്പോ ഇനി മടങ്ങി വരാനൊരു വൈദ്യശാസ്ത്രത്തിനോ ഒരു മന്ത്രത്തിനോ സാധ്യമില്ല എന്ന തിരിച്ചറിവ് വരുമ്പോ വേദന സഹിക്കാൻ വയ്യ. അവരുടെ കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുകയാണ്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്നെ നയിക്കപ്പെടുന്നത് എന്നാണ്, റബ്ബിലേക്കാണ് നിന്റെ മടക്കമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തോട് വിട പറയുന്ന നേരത്തിലെ വേദന, നമ്മൾ മാത്രം അറിയുന്ന വേദന, അവിടെ കൂടി ഒരാളെ പോലും ഏറ്റെടുക്കാൻ കഴിയാത്ത വേദന, പച്ചയായ ശരീരത്തിലൂടെ ആയിരം വരുന്ന കത്രികകളെ കൊണ്ട് വെട്ടിമുറിക്കുന്നതിനേക്കാളും വേദനയുണ്ട് എന്ന് രേഖപ്പെടുത്തപ്പെട്ട ആ ഒരു വേദന ആരും ഏറ്റെടുക്കേണ്ടവില്ല. പൂർണ്ണമായി ഒറ്റക്കാണ്. വീട്ടിൽ നിന്ന് മയ്യത്തിറക്കുന്നൊരു രംഗമില്ലേ, അവിടെയും നമ്മൾ ആലോചിക്കണം കേട്ടോ. രക്ഷപ്പെടാനുള്ളൊരു വിശ്വാസ സംഹിതയില്ലാതെ മാർഗമില്ല നമ്മളുടെ മുമ്പിലെ. ഖുർആനിലെ 7-ാമത്തെയും സൂറത്ത് അറാഫ് 37-ാമത്തെ ആയത്തില് റൂഹ് പിടിക്കാനായി കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ ചോദ്യമുണ്ട്. ഹത്താ ഇദാ ജാഅതുഹും റസൂലുനാ യതവഫൗനഹും, നമ്മളുടെ ദൂതന്മാരവരുടെ റൂഹ് പിടിക്കാനായി കടന്നു വരുമ്പോ ഖാലു, അവര് ചോദിക്കുന്നുണ്ട്, ഐനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവല്ലാതെ നിങ്ങൾ ദുആ ചെയ്തിരുന്ന ആളുകളൊക്കെ എവിടെ പോയടോ? ഖാലു, അവര് പറയുന്നുണ്ട്, ലല്ലൂ അന്നാ,
അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയേ. ദുനിയാവിലൂടെ ജീവിതങ്ങളിലൂടെ റബ്ബല്ലാത്തവരോട് ദുആ ചെയ്തവരോട്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചവരോട്, ഇസ്തിആസയുടെ പേര് പറഞ്ഞ് അല്ലാഹുവിലേക്ക് കൊടുക്കേണ്ട ആരാധന റബ്ബല്ലാത്തവരിലേക്ക് കരങ്ങളുയർത്തിയ ആളുകളോട് അല്ലാഹുവിൻ്റെ മലായിക്കത്തുകളുടെ ചോദ്യമുണ്ട്, എവിടെ? റബ്ബല്ലാതെ നീ വിളിച്ചിരുന്ന ആളുകളൊക്കെ എവിടെ പോയടോ? അവര് പറയുന്നുണ്ട്, ലല്ലോ അന്നാ, അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയി റബ്ബേ. വശഹിദോ, അവരിതാ സ്വയം സാക്ഷ്യം വഹിക്കുന്നുണ്ട്, അന്നഹും കാനോ കാഫിരീൻ, ഞങ്ങള് നിഷേധികളായി പോയല്ലോ അല്ലാ, ഞങ്ങള് നിഷേധികളായി പോയല്ലോ റബ്ബേ. പ്രിയമുള്ളവരെ, മരിക്കുന്ന നേരത്ത് അവിടെ രക്ഷപ്പെടാൻ ഈ സമയം നമുക്കുള്ളതാണെങ്കിൽ, മരണത്തിൻ്റെ വേദന മുഴുവൻ ആളുകൾക്കുമുണ്ടെങ്കിലും വിശ്വാസികൾക്കുള്ള സമാധാനം എവിടെയാണെന്നറിയോ? ലോകത്തിൻ്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹുവിൻ്റെ മുത്ത് റസൂല് കഠിനമായ വേദന കടിച്ചമർത്തുമ്പോ മുത്തുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വാക്കുണ്ട്, വാക്കർബാബാ, എൻ്റെ ബാപ്പാക്ക് എന്തൊരു വേദനയാണ്, കരയല്ല മോളെ ഫാത്തിമ, ഇന്നത്തെ കഴിഞ്ഞാല് വാപ്പാക്ക് വേദനയില്ല മോളെ. അവിടെയാ വിശ്വാസികൾക്കുള്ള സമാധാനം. അതും വിശ്വാസിയുടെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയാ? ഒരു കൂജയിൽ നിന്ന് വെള്ളമെടുക്കുമ്പോൾ അതിൻ്റെ ദ്വാരത്തിലൂടെ ലോലമായി വെള്ളമൊഴുകുന്ന പോലെയാണ്. നരകാവകാശികളുടെ റൂഹിനെ പിടിക്കുന്നത് നനഞ്ഞതായ പഞ്ഞിക്കെട്ടിലെ കുടുങ്ങിയതായ ഇരുമ്പിന്റെ കൊളുത്തിനെ പിടിച്ചു പറിക്കുന്ന ഗൗരവത്തോടുകൂടെ അവരുടെ റൂഹിനെ പിടിച്ചു പറിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മരിക്കണ നേരത്തെ വേദന സഹാബത്ത് വരെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരിക്കണ നേരത്ത് പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ മകൻ ചോദിക്ക, വാപ്പ ഒന്ന് പറഞ്ഞു തരുമോ? അങ്ങല്ലേ പറയാറുള്ളത്. ഇത് വിശദീകരിക്കാൻ കഴിയുന്ന തൻ്റെ ഇടമുള്ള ഒരാളെ കണ്ടിരുന്നെങ്കിൽ. ഇപ്പൊ അങ്ങ് വല്ലാത്തൊരവസ്ഥയിലാണല്ലോ. മോനയൊരു മൂലയിലൂടെ ചുരുട്ടിക്കൂട്ടിയതുപോലെ കാൽപാദത്തിനടിയിലൂടെ മുള്ളിൻ്റെ കൊളുത്തുകൾ കൊണ്ടുവന്നിട്ട് തലച്ചോറ് വരെ കൊളുത്തി വലിക്കുന്ന രീതികളിൽ അസഹനീയമായ വേദന അനുഭവിക്കുന്നുണ്ട് മോനെ. ഈ സമയത്തൊക്കെ മനുഷ്യരൊറ്റക്കാൻ സമാധാനം എവിടെയാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു സങ്കടപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, വാ കർബാ വാ ഹുസ്നാ, ഞങ്ങളുടെ പ്രയാസമേ, ഞങ്ങളുടെ സങ്കടമേ. ഉടനെ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാ ഫർഹാ ഉദനുൽഖി ഹബീബി മുഹമ്മദാ, നാളെ എനിക്ക് എൻ്റെ റസൂലുള്ളാഹിനെ കാണാലോ. വിശ്വാസികൾക്ക് അവിടെയാണ് മരണത്തിൻ്റെ വേദന പ്രശ്നമില്ലാതായി മാറുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ലോകം അധാർമികതയുടെ മാർഗത്തിലാണോ? നല്ല മരണം പോലും അല്ലാഹു തരൂല. ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ തൗഹീദ് തകരാറ് പറ്റിയോ? റൂഹ് പിടിക്കുന്നത് ഭയാനകരമാണ്. വഴിവിട്ട ജീവിതമുണ്ടോ? മരിക്കുന്ന നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും പറയാൻ കഴിയില്ല. അല്ലേ ഉലമാക്കളുടെ രേഖപ്പെടുത്താൻ. മദ്യത്തിലൂടെ ലഹരിയിലൂടെ അടി മുഴുകിപ്പോയ ആളുകളുണ്ടെങ്കിൽ ചില ആളുകളുടെ റൂഹ് പിടിക്കുമ്പോ ഒരു മനുഷ്യനോട് തൽക്കീന് ചൊല്ലാൻ വേണ്ടി ഒരാൾ കടന്നു വന്ന ഉലമാക്കൾ അനുഭവങ്ങൾ പറയാണ്. ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ ആ മനുഷ്യൻ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഇശ്റബ് വസ്കിരി, നിങ്ങൾ കുടിക്കി, എനിക്കൊന്ന് ഒഴിച്ചുതാ. മദ്യപാനിയായ മനുഷ്യന് അവന്റെ ജീവിതത്തിലൂടെ ശീലിച്ചു വന്നത് മദ്യപാനമാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തിട്ട് പോലും പറയാൻ കഴിയണില്ല. നിങ്ങൾ കുടിക്ക്, എനിക്കൊന്ന് ഒഴിച്ചതാ. പ്രിയമുള്ളവരെ, മരണനേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരൊക്കെ രക്ഷപ്പെടുന്നല്ല. ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായി അവസാനത്തിൽ കൂടെ കലിമ പറയണം.
ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കണ നേരത്തെ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് കൊണ്ടോ അതൊരാളുടെ സ്വർഗ്ഗം ഉറപ്പിക്കാനുള്ള കാര്യമല്ല. ഫിരൗന് പോലും അള്ളാഹു മുക്കിക്കൊല്ലുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കെന്തെന്നറിയോ? ഫിരൗന് പറഞ്ഞ വാക്കെന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബനീ ഇസ്രായീൽ. ഇസ്രായേൽ സന്തതികളെ വിശ്വസിച്ച അല്ലാഹുവല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. പക്ഷെ ഫിരൗന്റെ തൗഹീദ് വേണ്ട എന്നല്ല പറഞ്ഞേ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ട എന്നല്ല പറഞ്ഞേ. അതുകൊണ്ട് ജീവിതത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവണം, മരിക്കുമ്പോഴും ആഖിറു കലാമു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ട് മരിക്കണം. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ തിന്മ ചെയ്തവരെ പരലോക അപകടത്തിലേക്ക് പോണേ. ഒറ്റപ്പെടാണ്. വീട്ടിൽ നിന്ന് മയ്യത്തിറക്കുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യ കരയാണ്, എനിക്കിനി ആരാ? എൻ്റെ പെങ്ങളെ, നിനക്ക് നിന്റെ ബാപ്പയുണ്ട്, സഹോദരന്മാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ടെങ്കിൽ ആ പോകുന്ന മനുഷ്യനീനി ആരാ? നടന്നു നീങ്ങുന്ന ജനസഞ്ചയത്തില് അങ്ങേ തലക്കലാടിയുലയുന്ന മയ്യത്ത് കട്ടിലില് എൻ്റെ മയ്യത്താണെങ്കിലോ അല്ലാ, എൻ്റെ മയ്യത്താണെങ്കിലോ അല്ലാ, ഒരാളുമില്ല, ഒറ്റക്കാണ്. കളവ് പറയാത്ത ലോകത്തിന്റെ മുത്ത് പറയാണ്, പുരുഷന്മാർ അവരുടെ ഷോൾഡറിലേക്ക് മയ്യത്തെടുത്ത് വെക്കുമ്പോ ഇതാക്കാനത്ത് അത് സ്വാലിഹായ മയ്യത്താണെങ്കിൽ അതിങ്ങനെ പറയുന്നുണ്ട്, കദ്ദിമോനി എന്നെ നിങ്ങളെ വേഗത്തിലൂടെ കൊണ്ടുപോകണേ. പക്ഷെ നരകാവകാശിയായ മയ്യത്താണെങ്കിൽ അതിങ്ങനെ വിലപിക്കുന്നുണ്ട്, യാ വൈലഹാ അയ്ന തദ്ഹബൂന ബിഹാ, ഇതിന്റെ നാശമേ, ഇതിന്റെ നാശമേ, എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് വിലപിക്കുമ്പോ വാപ്പാന്റെ മയ്യത്ത് ഷോൾഡറിലേറ്റിയ പൊന്നുമക്കളുണ്ടോ? വാപ്പാന്റെ നിലവിളി കേൾക്കാൻ സാധ്യമല്ല. കരയണ്ട വാപ്പാ, ഞാനില്ലേ കൂടെയൊന്ന് സ്വാന്തനിപ്പിക്കാൻ പോലും സാധ്യമല്ല. കൊണ്ടുപോയി കബറിലൂടെ ഇറക്കി വെക്കുമ്പോ അവിടെയും അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറയാ, കബറ് വല്ലാതെ മനുഷ്യനെ ഇടുക്കിക്കളയുമെന്നാണ്. ഒരാൾ പോലും അതിൽ നിന്ന് രക്ഷപ്പെടൂല. വലാ സ്വബിയിൻ, ഒരു കുട്ടി പോലും അതിൽ നിന്ന് രക്ഷപ്പെടൂല. എത്രത്തോളം പറഞ്ഞു എന്നറിയുമോ? വമൻ നജാ മിൻഹു നജാ സഅദ് ഇബ്നു മുആദ്. ആരെങ്കിലും ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു. ആരാണ്? ബദറിലും ഉഹദിലും ഖന്തഖ് യുദ്ധത്തിനും പങ്കെടുത്ത സഹാബിയാണ്. അഹ്സാബ് യുദ്ധത്തിൽ ഇബ്നു അറഖ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത അമ്പ് തൻ്റെ മുറിവിൽ തട്ടി രക്തം വാർന്നിട്ടാണ് മസ്ജിദുൻ നബവിയുടെ ഓരത്ത് പരിചരിച്ചിരുന്ന അദ്ദേഹം ഒരു ദിവസം അസർ കഴിഞ്ഞ് ലോകത്തിൻ്റെ പ്രവാചകൻ ഇറങ്ങി വരുമ്പോ ഒരാട് ചാടി ആടിൻ്റെ കുളമ്പ് തൻ്റെ മുറിവിൽ തട്ടി രക്തം വാർന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബനൂ അശ്അൽ ഗോത്രത്തെ മുഴുവനായി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന സഹാബിയാണ്. ആ ജനാസ മടിത്തട്ടിൽ വെച്ച് ലോകത്തിന്റെ മുത്ത് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അല്ലാഹുവിന്റെ അർശ് പോലും കിടുങ്ങിയിട്ടുണ്ടേ. റഹ്മത്തിന്റെ മലക്കുകൾ സഫ് സഫായി കാത്തു നിന്നത് സഅദ് ഇബ്നു മുആദിന്റെ റൂഹിനെ കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെയുള്ള സഅദ് ഇബ്നു മുആദിന്റെ ജനാസ ഖബറിലോട് ഇറക്കി വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഖബർ വല്ലാതെ ഇടുക്കി കളഞ്ഞു എന്ന. പ്രിയമുള്ളവരെ, പൊന്നുമ്മാന്റെ മയ്യത്താണ് ഖബറിലൂടെ ഇറക്കി വെക്കുന്നതെങ്കിൽ പറയാൻ പറ്റുമോ? ഖബറേ, എൻ്റെ ഉമ്മാന്റെ മയ്യത്താണ് ഖബറേ, ഇടുക്കല്ലേ ഖബറേ എന്ന് പറയാൻ സാധ്യമല്ല. എന്തിനേറെ ഇന്നലെ വരെ വീടിന്റെ മുറ്റത്തോടി നടന്ന് കളിച്ചിരുന്ന 3-4 വയസ്സായ പിഞ്ചോമന മക്കളുടെ മയ്യത്താണ് ഇറക്കി വെക്കുന്നതെങ്കിൽ പറയാൻ പറ്റുമോ? ഇടുക്കല്ലേ, വടിയെടുക്കുമ്പോ കര
പറയുന്ന മോനാ, പറയാൻ സാധ്യമല്ല, അതറിയാനും സാധ്യമല്ല. ഖബറിലൂടെ മറമാടിയിട്ട് ആളുകൾ ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോ, കൂരിരുട്ടാകുന്ന ഖബറിൽ കിടക്കുമ്പോ കളവ് പറയാത്ത ലോകത്തിന്റെ മുത്ത് പറയാണ് ഖുർആനിയാൽ ചെരുപ്പിന്റെ വാറടികളുടെ ശബ്ദം അല്ലാഹു കേൾപ്പിക്കുന്നതാണ്. എന്നെ ഒറ്റക്കാക്കി എല്ലാവരും വിട പറയാണ്. പ്രിയമുള്ളവരെ, ആ ഖബറിലോ അവൻ ഒറ്റക്ക്, മേടക്ക് പകരം മളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. ചിതലും പുഴുക്കിൽ തവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് പകൽക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കോട്ടകൊട്ടാരങ്ങൾക്ക് പകരം ആറടി മണ്ണാണ്. അല്ലാഹുവേ, അതിൽ കിടക്കേണ്ടതാണ് സമാന. ഒരുപാട് കാലം അതിലൂടെ കഴിയേണ്ടവരാണ്. ചിതലും പുഴുക്കളും ശരീരത്തിലൂടെ മുഴം വെച്ച് നീങ്ങുമ്പോ, പ്രിയമുള്ളവരെ, ഇത് ശാരീരികമായ നാശമാണെങ്കിൽ അതിനപ്പുറത്തുള്ള ചോദ്യങ്ങളുണ്ട്. മലായിക്കത്തിന്റെ ചോദ്യം വരുന്നുണ്ട്. ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോ ഉത്തരം പറയണ്ടേ, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണെന്ന് മറുപടി പറയണ്ടേ. പ്രിയമുള്ളവരെ, ആ മറുപടി പറയണമെങ്കിൽ അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് മുറുകെ പിടിച്ചവന് മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നേർച്ച വഴിപാടുകളാവട്ടെ, ആരാധനകളാവട്ടെ, പ്രാർത്ഥനകളാവട്ടെ, ഇസ്തിയാസകളാവട്ടെ, സത്യം ചെയ്യലാവട്ടെ, എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് കൊടുത്തവർക്ക് മാത്രമാണ്. എൻ്റെ റബ്ബ് അല്ലാഹുവാണെന്ന് മറുപടി പറയാൻ സാധ്യമാകുന്നുള്ളൂ. വീണ്ടും ചോദ്യം വരുന്നുണ്ട്, നിന്റെ ദീനേതാണ്? ദീനീ അൽ ഇസ്ലാം, എൻ്റെ ദീന് ഇസ്ലാമാണെന്ന് മറുപടി പറയണോ? പ്രിയമുള്ളവരെ, മതത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കണേ. ജീവിതത്തിലോട് ഓരോ നിയമങ്ങളും പാലിക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയായി ജീവിക്കുന്ന മനുഷ്യരില്ലേ? ആരാണ് വിഡ്ഢിയെന്നറിയുമോ? അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറയാണ്, അല്ലദീ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹിൽ ജന്ന. അവന്റെ ദേഹത്തിന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ പിന്തുടർന്നുകൊണ്ട് സ്വർഗം വേണമെന്ന് കൊതിക്കുകയും ചെയ്യുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ വിവരദോഷിയുന്നുണ്ടെങ്കിൽ ജീവിതത്തിലുടനീളം എൻ്റെ പ്രിയമുള്ളവര് ദീനിന്റെ ശരീഅത്തുകൾ ബാധകമല്ല. ആരാധനകളില്ലവരെ കിട്ടില്ല. മതനിയമങ്ങളോട് അവർക്ക് നീരസമാണ്. ഒരിക്കലും ഇബാദത്തിന്റെ മാർഗത്തിൽ അവരെ കാണാനില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ മുസ്ലിം എന്ന ഐഡന്റിറ്റി ജീവിതത്തിലുണ്ടെങ്കിൽ പോലും ഖബറിലൂടെ ചോദ്യം വരുമ്പോ ഉത്തരം പറയാൻ സാധ്യമല്ല. മൂന്നാമതായി ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, വമാ ഇൽമുക, നിന്റെ ഇൽമ് എന്താണെന്ന ചോദ്യം വരുമ്പോ വിശ്വാസിക്ക് പറയേണ്ട മറുപടി എന്താണെന്നറിയോ? ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വതസദ്ദഖതു. അല്ലാഹുവേ, നിന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു അല്ലാഹ്, അതിനെ ഞാൻ വിശ്വസിച്ചു റബ്ബേ, അതിനെ ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ടല്ലാ. ഇന്ന് വരെ ഖുർആൻ വായിച്ചു നോക്കാത്തവരെ, ഖുർആന് പഠിക്കാത്തവരെ, ഫാത്തിഹ മുതൽ നാസ് വരെ ഒരാവർത്തി പോലും വായിച്ചു നോക്കാത്തവര്, ഖുർആനിനെ അവഗണിച്ചവരെ, പരലോകത്ത് വലിയ വലിയ പാറക്കല്ലുകളെ കൊണ്ട് തലയെറിഞ്ഞ് തകർക്കപ്പെടുന്ന ശിക്ഷയാർക്കാണെന്നറിയോ? റിയാദുസ് സാലിഹീൻ 1549 നമ്പർ ഹദീസില് അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറയാ,
അവര് ഖുർആനിനെ അവഗണിച്ചവരാ. വിശുദ്ധ ഖുർആനിന്റെ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ അതിന്റെ 30-ാമത്തെ ആയത്തിലോട് ഈ ഉമ്മത്ത് നരകത്തിൽ വന്ന് വീഴാനുള്ള കാരണം പറയുന്നുണ്ട്. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവോട് പരാതി പറയുന്നുണ്ടല്ലോ, എൻ്റെ ഉമ്മത്ത് നരകത്തിൽ വീഴാനുള്ള കാരണം എന്താണെന്നറിയോ? അവര് ഖുർആനിനെ അവഗണിച്ചവരാണ് റബ്ബേ. ഖബറിലൂടെ അവഗണിച്ചവരെ ഉത്തരം പറയാൻ കഴിയില്ല. നാലാമതായി ലോകത്തിന്റെ പ്രവാചകനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോ ഇതെന്റെ നബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറുപടി പറയണോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തിന് മാറോടണക്കണേ, പ്രവാചകന്റെ ജീവിതത്തിന് പുൽകണേ. അതല്ല, പ്രവാചകന്റെ ചര്യകളോട് അവഗണിച്ചവരോട് മുത്തുനബി പഠിപ്പിക്കാത്ത ഒരുപാട് ദുരാചാരങ്ങള് ജീവിതത്തിലൂടെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ മറുപടി പറയാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഉത്തരം പറയാൻ സാധ്യമായോ? സ്വർഗത്തിന്റെ കമാനങ്ങൾ ഖബറിലേക്ക് തുറന്നിട്ട് കൊടുക്കുകയാണ്. ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന മലക്കുകൾ പറയുന്നുണ്ട്, അൽബിസൂഹു ബിൽ ജന്നാ, സ്വർഗത്തിന്റെ വസ്ത്രം നിങ്ങൾ ധരിപ്പിച്ചോ. അഫ്രിഷൂഹു ബിൽ ജന്നാ, സ്വർഗത്തിന്റെ വിരിപ്പിനെ നിങ്ങൾ കൊടുത്തോ. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്നാ, സ്വർഗത്തിന്റെ കവാടം അവരുടെ ഖബറിലേക്ക് നിങ്ങൾ തുറന്നിട്ട് കൊടുത്തോ. എല്ലാവിധ സ്വർഗീയമായ അനുഭൂതികൾ ഇങ്ങനെ ലഭിക്കുമ്പോ, ജീവിതത്തിലൂടെ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഒരു കൂട്ടുകാരനായി ഖബറിലൂടെ ലഭിക്കുമ്പോ, വിശാലമായ ഖബറിന്റെ ഉള്ളിൽ ആ മനുഷ്യൻ പറയുന്ന വാക്കുണ്ട്, റബ്ബി അജ്ജിലിൽ ഖിയാമാ, ഖിയാമത്ത് നാളൊന്ന് വേഗം തരണേ അല്ലാ, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിക്കോട്ടെ റബ്ബേ. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഉത്തരം പറയാൻ കഴിയാതെ അറിയൂല എന്ന് വിലപിക്കുന്നവരോട് ഇരുമ്പിന്റെ ചുറ്റിക പോലുള്ള ആയുധം കൊണ്ട് അവരുടെ രണ്ട് കാതുകൾക്കും മധ്യത്തിലോടാടിക്കുമ്പോ അവർ ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, പൊന്തി വരുമ്പോ വീണ്ടും അവർക്ക് പ്രഹരമാ. അതുകൊണ്ടൊരു പർവ്വതത്തിന്റെ ശിഖരത്തിലാണ് അടിക്കുന്നത് എങ്കിൽ ആ പർവ്വതം പോലും പരിപൂർണമായി മണ്ണായി പോകുമാറ് കനമുള്ള ആയുധമാ. മാത്രമല്ല, ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന മലക്കുകൾ പറയാണ്, അൽബിസൂഹു ബിന്നാർ അഫ്രിഷൂഹു ബിന്നാർ, നരകത്തിന്റെ വിരിപ്പ് കൊടുത്തോ, നരകത്തിന്റെ വസ്ത്രം കൊടുത്തോ, നരകത്തിന്റെ കമാനങ്ങളെ ഖബറിലേക്ക് തുറന്നിട്ട് കൊടുത്തോ. ഖബറിനെ വല്ലാതെ ഇടുക്കമാക്കുമ്പോ, ഖബറിനെ കൂരിരുട്ടാക്കി മാറ്റുമ്പോ, പേടിപ്പെടുത്തുന്നൊരു രൂപം അവന്റെ ഖബറിലേക്ക് ദുർഗന്ധം വമിക്കുന്ന രൂപം ഇങ്ങനെ കടന്നു വരുമ്പോ കരഞ്ഞിട്ട് ഈ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, മന്നന്ത നീയാരാ? അമലുകൽ ഖബായിസ്, നീ ചെയ്ത നീചമായ പ്രവർത്തനങ്ങളാണെന്ന് പറയുമ്പോ ആ മനുഷ്യന് കരഞ്ഞിട്ട് പറയാ, റബ്ബീലാ തുഖ്മിസാ, ഖിയാമത്ത് നാൾ വരല്ല അല്ലാ, വരല്ല അല്ലാ, വരല്ല അല്ലാ, ഖിയാമത്ത് നാൾ ഒരിക്കലും സംഭവിക്കല്ലേ അല്ലാ. പ്രിയമുള്ളവരെ, അതോടുകൂടെ അവസാനിക്കുന്നില്ല. ആ ഖബറിൽ നിന്ന് മനുഷ്യൻ ഇങ്ങനെ കടന്നു വരുന്ന ലോകത്തില് ഈ ഓരോ സന്ദർഭങ്ങളും ആലോചിക്കണേ. തിന്മ ചെയ്തവരെ പരാജയമാണ്, ശിർക്ക് ചെയ്തവരെ ആത്യന്തികം പരാജയമാണ്. അതല്ല, ഇനി മറ്റുള്ള ബിദ്അത്ത് ചെയ്തവരാണോ അവർക്കും പരാജയമാണ്. ഖബറിലൂടെ ഉത്തരം പറയാനില്ല.
ഇനിയോ ഖബറിലൂടെ ഏറ്റവും മാരകമായ അദാബ് പോലും ആർക്കാണെന്നറിയോ? ഒരു ഗോത്രക്കാരുടെ ഖബറിന്റെ ചാരത്തുകൂടെ കടന്നു വരുമ്പോ അള്ളാന്റെ മുത്ത് റസൂല് ചോദിക്കുന്നു, സ്വഹാബാ, ഈ ഖബറിലൂടെ മറമാടപ്പെട്ട ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അവര് പറഞ്ഞു, നബിയേ, മാതൂ ഫിൽ ഇശ്റാഖ്, ഷിർക്ക് ചെയ്ത അവസ്ഥകളിലൂടെ വിട പറഞ്ഞവരാണെന്ന് പറഞ്ഞപ്പോ, ഷിർക്കിന്റെ കാലഘട്ടങ്ങളിലൂടെ വിട പറഞ്ഞവരാണെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ മുത്തനബി പറയാണ്, ഏറ്റവും വലിയ അദാബാണ് ഇവർ അനുഭവിക്കുന്നത് എന്ന്. ലൗലാ അല്ലാ തദാഫനൂ ലദഅഉതുല്ലാഹ അയ്യുസ്മിഅകും മിൻ അദാബിൽ ഖബരില്ലദീ യസ്മഉ. നിങ്ങൾ പരസ്പരം മറമാടേണ്ട ആളുകളല്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ ഈ ഖബറിൽ നടക്കുന്ന അദാബിന്റെ ശബ്ദമുണ്ടല്ലോ, നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. പ്രിയമുള്ളവരെ, ആ ഖബറിന്റെ അദാബെങ്ങാനും നിങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ സഹോദരന്റെ ജനാദ ഖബറിലൂടെ വെക്കാ കഴിയൂല. ഇനിയോ പരലോകത്തിലേക്ക് കടന്നു വരുമ്പോ പ്രിയമുള്ളവരെ, വിചാരണകൾ കഠിനമാണ്. ഫൈദാ നുഫിഖ ഫിസ്സൂരി فإذا هم من الأجداث إلى ربهم ينسلون. സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോ അവരുടെ ഖബറുകളിൽ നിന്ന് ധൃതിപ്പെട്ടുകൊണ്ടവർ കടന്നു വരുന്നുണ്ട്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ ബഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഞങ്ങളുടെ നാശമേ, ആരാ ഞങ്ങളെ ഉറക്കിൽ നിന്നുണർത്തിയത്? ഇത് പരമകാരുണികൻ കരാർ ചെയ്തതാണല്ലോ, അവന്റെ ദൈവദൂതന്മാരെ സത്യപ്പെടുത്തിയതാണെന്ന് പറയുന്ന 36-ാം അധ്യായത്തിന്റെ 51, 52 ആയത്തുകളിലോട് ആ പരലോകത്ത് കടന്നു വരുമ്പോ പ്രിയമുള്ളവര്, വിലപിച്ചിട്ട് കാര്യമില്ല. ഈ ഒറ്റപ്പാലത്തിന്റെ ജനതകളോടാ പറയുന്നത്, മരിക്കണ നേരത്തൊന്ന് കരഞ്ഞു നോക്കൂലേ. ഈ ഒറ്റപ്പാലത്തിന്റെ മണ്ണില് 60 കൊല്ലം 70 കൊല്ലം 90 പിന്നിട്ട് പോയ മനുഷ്യനുണ്ടെങ്കിൽ അള്ളാനോട് ചോദിക്കുന്നതല്ല, ഒരു കൊല്ലത്തിന്റെ ആയുസ് തരുമോ എന്നല്ല, ഒരു മാസത്തിന്റെ ആയുസ് തരുമോ എന്നല്ല, ഒരാഴ്ചയുടെ ആയുസ് തരുമോ എന്നല്ല. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഒരൽപ്പസമയം ഞങ്ങൾക്കൊന്ന് തരോ, നന്നായി കോളാമല്ലോ. 23-ാം അധ്യായത്തിന്റെ 99-100 ആയത്തുകളിലോട് സൂറത്ത് മുനാഫിഖൂനിലും അല്ലാഹു ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, പരലോകത്ത് കടന്നു വരുമ്പോ മൃഗങ്ങളെ മുഴുവനും മണ്ണാക്കി കളയുന്ന സന്ദർഭങ്ങളിൽ എല്ലാം നിഷേധിച്ചു തള്ളിയ മനുഷ്യനാണ് അള്ളാനോട് പറയുന്നുണ്ടല്ലോ, യാ ലൈതനീ കുന്തു തുറാബാ, ഞാനും ഒരു മണ്ണായിരുന്നെങ്കിൽ അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയണില്ല. തിന്മ ചെയ്തവരെ ഇടത് കൈയിലൂടെ ഗ്രന്ഥം കൊടുക്കപ്പെടുന്നത് കാണുമ്പോ അവന്റെ പരാജയങ്ങളെ കണ്ടറിയുമ്പോ അവൻ കരഞ്ഞിട്ട് പറയാണ്, ലമൂത്ത കിതാബിയാ, എനിക്കത് കിട്ടാതിരുന്നെങ്കിൽ വിലപിച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിൽ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഖുർആനിന്റെ 2 ആയത്ത് തന്നെ ധാരാളമാണ്. ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിലൂടെ ഓതിത്തന്ന ആയത്തില്ലയോ, റൂഹ് പിടിക്കാനുള്ള സമയമെത്തുമ്പോ ഉത്തരവാദിത്തപ്പെട്ട മലക്കുകൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അല്ല പറയാ, നാളെ പരലോകത്തവരെ കൊണ്ടുവരുന്ന രംഗമില്ലയോ. അള്ളാന്റെ ഖുർആനാണ്, അള്ളാഹുവിന്റെ ഖുർആനാണ്. സൂറത്ത് സജദ വെള്ളിയാഴ്ചയുടെ സുബൈക്ക് നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്ത് സജദയിലൂടെ കാണാവലോ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, കുറ്റവാളികളെ നീയൊന്ന് കണ്ടിരുന്നെങ്കിൽ അവരുടെ തലകളെ അവർ കുത്തിപ്പിടിച്ച അവസ്ഥകളിലൂടെ കടന്നു വരികയാണ്. ദുനിയാവിൽ ഒരു കുറ്റവാളിയെ കൊണ്ടുവരുമ്പോ മിന്നിമായുന്ന മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾക്ക് മുമ്പിൽ തലകുനിക്കുന്ന പോലെയല്ല. അഖിലാലം ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും
മുഖ്മഹൂൻ. സൂറത്ത് യാസീനിൽ അല്ലാഹ് പറഞ്ഞില്ലയോ, പിരടി മുതൽ ഞെരിയാണി വരെ ചങ്ങലകളാൽ ബന്ധിച്ചവരായി അവരെ കൊണ്ടുവരുമ്പോ അവർ പറയണ വാക്കുണ്ട്, റബ്ബനാ അബ്സർനാ വസമിഅനാ. അല്ലാഹുവേ ഞങ്ങൾ കണ്ടു, അല്ലാഹ് സബാനിയത്തിന്റെ മലക്കിന്റെ കയറ്റവും ഇറക്കവും ഞങ്ങൾ കണ്ടവരാണ്. കൊട്ടാരം കണക്ക് തീപ്പൊരികൾ പാറുന്നത് കണ്ടവരാണ്. നരകത്തിന്റെ ഭയവിഹ്വരമായ കാഴ്ചകളെ ഞങ്ങൾ കണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഫർജീന, ഞങ്ങളെ ഒന്ന് മടക്കി തരികയാണെങ്കിൽ നഅമൽ സ്വാലിഹാ, നല്ലതുപോലെ പ്രവർത്തിച്ചോളാമല്ലാ, നല്ലതുപോലെ അമൽ ചെയ്തോളാമല്ലാ. ഇന്നാ മൂഖിനൂൻ, തീർച്ചയായും ഞങ്ങൾ ദൃഢവിശ്വാസികളായി കൊള്ളാമല്ലാ. ഉറപ്പായുമല്ലാ, ഉറപ്പായുമല്ലാ, ഉറപ്പായുമല്ലാ. ഇന്ന് റബ്ബിനോട് കെഞ്ചി പറയുമ്പോ അല്ലാഹ് പറയുന്ന ഒരു വാക്കുണ്ട്, മനുഷ്യനെ നരകം കൊണ്ട് നിറക്കുമെന്നുള്ളത് എന്റെ വാഗ്ദത്തമാണെങ്കിൽ ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ. ഫദൂഖൂ, ആകയാൽ നിങ്ങൾ ആസ്വദിച്ചോ, നിങ്ങൾ അനുഭവിച്ചോ. ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ളതിനെ നിങ്ങൾ മറന്നതല്ലയോ. ഒറ്റപ്പാലത്തിന്റെ മുന്നിൽ സകലമാന അനുഗ്രഹങ്ങളും അല്ലാഹു ദുനിയാവിലൂടെ തന്നപ്പോ, ആരോഗ്യങ്ങളെ തന്നപ്പോ, സാമ്പത്തികമായ ശേഷി തന്നപ്പോ, പ്രിയമുള്ളവര് നാളെ മരണമുണ്ടെന്ന സത്യങ്ങളെ നിങ്ങൾ മറന്നതല്ലയോ. അല്ലാഹു വിട്ടു തന്നത് പരീക്ഷണത്തിനാണെന്ന ബോധ്യമില്ലാതെ മറന്നു കളഞ്ഞവരെ അല്ലാഹ് പറയാണ്, ഇന്നാ നസീനാക്കും, ഇന്ന് നാം നിങ്ങളെയും മറന്നു കളയുന്നു എന്നാ. അതുകൊണ്ട് അധാർമികമായ ജീവിതത്തിന്റെ മാർഗങ്ങളെ സ്വീകരിക്കുന്നവർ അന്ന് കരയുമെന്നുള്ളത് ഉറപ്പാ. നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് മനുഷ്യരെ കരഞ്ഞു നോക്കൂല, റബ്ബേ ഒരൽപ്പ സമയമൊന്ന് തരോ, ഞാനൊന്ന് നന്നായിക്കോളാ. പക്ഷെ നരകത്തെ നിറക്കുമെന്നുള്ളത് അല്ലാഹുവിന്റെ വാഗ്ദത്തമാണ്. പ്രിയമുള്ളവരെ, ഇപ്പൊ നമുക്ക് തീരുമാനിക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ ഏറെ കഠിനമായൊരു സന്ദർഭം കൂടെയുണ്ട്. അവിടെ നമ്മുടെ ആദർശം കൂടെ പറഞ്ഞ് അതൊന്ന് വിശദീകരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സദസ്സിനോട് ഇവിടെ പറയാം. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളൊക്കെ ചെറിയ പ്രായം മുതൽ കേട്ട് പരിചയമുണ്ട്, സിറാത്ത് പാലുണ്ട്, സിറാത്ത് പാലുണ്ട്. ഏതാണ് ആ സിറാത്ത് എന്നറിയുമോ? ഏതാണ് ആ സിറാത്ത് എന്നറിയുമോ? അല്ലാഹുവിന്റെ മുത്തുനബി പറയാണ്, അതൊരു ജിസ്റാണ്, പാലമാണ്. എവിടെയാണ് ആ ജിസ്റുള്ളത്? അത് ജഹന്നമിന്റെ മുകളിലാണ്. ആ നരകത്തിന്റെ മുകളിലാണ് സിറാത്ത് പാലമുള്ളത്. ആ പാലം കടന്നിട്ടില്ലാതെ സ്വർഗത്തിലേക്ക് എത്താനില്ല. ആ പാലത്തിൽ കയറി വലത് ഭാഗത്ത് നോക്കിയാലും നരകമാണ്, ഇടത് ഭാഗത്ത് നോക്കിയാലും നരകമാണ്, മുന്നിലേക്ക് നോക്കിയാലും നരകമാണ്. പ്രിയമുള്ളവരെ, അതല്ലാതെ സ്വർഗത്തിലെത്താൻ ഒരു മാർഗവുമില്ല. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഏതേത് സമുദായത്തിലേക്ക് താഖീദുകാർ കടന്നു വന്നിട്ടുണ്ടോ, ആ നബിമാരെ മുഴുവനും വന്ന് അവരല്ലാതെ ആരും സംസാരിക്കാത്ത ലോകത്തില് അന്ന് നബിമാരെ പോലും പറയുന്നത് റബ്ബി സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തല്ലോ. പ്രിയമുള്ളവരെ, കടന്നു വരാതെ സ്വർഗത്തിൽ പോകാൻ പറ്റോ? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയാ. ആ നരകത്തിന്റെ മുമ്പിലൂടെ കടന്നു വന്നിട്ടില്ലാതെ ഒരാൾ പോലുമില്ല. സിറാത്ത് പാലം എന്നുള്ളത് ഇസ്ലാം പറയാണ്, നമ്മളുടെ തലമുടികളെക്കാൾ ലോലമായതാണെങ്കിൽ വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. മാത്രമില്ലാതെ മസില്ല, വല്ലാതെ വഴുതി പോകുന്നതാണെങ്കിൽ ആ സിറാത്ത് പാലത്തിലൂടെ സഞ്ചരിച്ചിട്ട് വേണ്ടേ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താനെങ്കിൽ ഗൗരവത്തോടെ കൂടെ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. എന്താണെന്നറിയോ? ജീവിതത്തിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്
അതിൽ തകരാറ് പറ്റിയ ആളുകളുണ്ടെങ്കിലോ സിറാത്തിൽ കയറാൻ പോലും അല്ലാഹു അവസരം കൊടുക്കണില്ല. കൂട്ടമായി ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച് അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. ശിർക്കിന്റെ വക്താക്കളെ അല്ലാഹു നരകത്തിലൂടെ വലിച്ചെറിയുമെന്നാണ്. പിന്നെ ആരാണ് അവിടെ ബാക്കിയുള്ളത്? സിറാത്ത് കയറാനായി ബാക്കിയുള്ളവരാരാണ്? മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്, വേദക്കാരിൽപ്പെട്ട ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് അംഗീകരിച്ചവരാണ്, ഏകദൈവാരാധനയുടെ ആളുകളാണ് എന്ന് പറഞ്ഞ വേദക്കാരും അവിടെയുണ്ട്. പ്രിയമുള്ളവരെ, അതിൽ നിന്നൊരു വിഭാഗത്തിനോട്, ജൂതന്മാരോട്, ആരെയാ നിങ്ങൾ ആരാധിച്ചത്? ഉസൈർ, അല്ലാഹുവേ നിന്റെ പുത്രനല്ലയോ? ഉസൈർ ഉസൈർ നിന്റെ പുത്രനായത് കൊണ്ടാണ് ആരാധിച്ചത് എന്ന് പറയുമ്പോ അല്ലാഹ് പറയാണ്, എനിക്ക് സന്താനമില്ല, അവരെയും നരകത്തിലാണെങ്കിലോ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആരാധിച്ച ആളുകളോട് ഈസാ നബി എന്ന് എനിക്കൊരു പുത്രനുമില്ല, എനിക്കൊരു ഇണയുമില്ല, അതുകൊണ്ട് അവരെയും അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. പ്രിയമുള്ളവരെ, പിന്നെയുള്ള മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളിൽ നിന്ന് ചില ആളുകൾ മുസ്ലിം നാമധാരികളായി കപടവിശ്വാസികളായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു പ്രകാശം കൊടുക്കൂല, അവരും നരകത്തിലേക്ക് തന്നെയാ. ഇനി പോകാനുള്ളവരുടെ അവസ്ഥയാണ് ഗൗരവത്തോടുകൂടെ കേൾക്കണേ. കടന്നു പോകണ്ടേ സിറാത്ത് പാലങ്ങളിലോട് കയറിയാലുള്ള അവസ്ഥ എന്താ? മുത്ത് റസൂല് പറയാണ്, കലാലീബ്, കൊളുത്തുകളുണ്ടേ ഇരുവശങ്ങളിലായി. അതുപോലെ തന്നെ അങ്ങ് മരുഭൂമികളിലൂടെ കാണപ്പെടുന്ന നജ്ദിന്റെ മരുഭൂമികളിലൂടെ കാണുന്ന കൂർത്ത മുള്ളുകൾ പോലെയുള്ളവയുണ്ട്. അതിൻ്റെ ഓരങ്ങളിലോട് അഗ്രഭാഗം കൊളുത്തുപോയ ചവണകൾ പോലെയുള്ളതുണ്ട്. അവിടുന്ന് പഴിപ്പിക്കുന്ന കൊല്ലന്റെ ആലകളിൽ നിന്ന് ഇരുമ്പെടുക്കുന്ന ആയുധങ്ങളെ പോലെയുള്ളതുണ്ട്, റാഞ്ചിയെടുക്കുന്നവ പോലെയുണ്ട്. അതിൻ്റെ ഇടയിലൂടെ മൂർച്ചയുള്ള വാളിനേക്കാളും മൂർച്ചയുള്ള സിറാത്തിലൂടെ പ്രിയമുള്ളവരെ മിന്നലിന്റെ വേഗതകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടെങ്കിൽ, കാറ്റിന്റെ വേഗതകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടെങ്കിൽ, വാഹന മൃഗത്തിന്റെ വേഗതകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടെങ്കിൽ, അതെല്ലാം ഇരുന്ന് എഴയുന്ന ആളുകളുണ്ടെങ്കിൽ, വയറിന്റെ മേലെ എഴയുന്ന ആളുകളുണ്ടെങ്കിൽ, ഓർക്കണേ, നമ്മളോട് സ്നേഹമുള്ള അല്ലാഹുവിന്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി സിറാത്തിലൂടെ മിന്നൽ പിണര് പോലെ കടന്നു പോകുന്ന ലോകത്തിന് മുത്ത സ്വർഗത്തിലേക്ക് ഓടുകയല്ല. ആ സിറാത്ത് കടന്ന ഉടനെ ഉമ്മത്തിനെ നോക്കുകയാണ്. അവരിങ്ങനെ പ്രയാസപ്പെടുന്നത് കാണുമ്പോ റബ്ബീ സല്ലിം, എൻ്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തല്ലോ. പ്രിയമുള്ളവരെ, ചിലരതിൻ്റെ കൊളുത്തുകളും ആയുധങ്ങളുടെ മുറിവുകളുമായി രക്ഷപ്പെടുന്നവരുണ്ടെങ്കിൽ, ചില ആളുകൾ രണ്ട് ഭാഗത്തിലൂടെ പെട്ടെന്ന് വഴുക്കുന്നിടത്ത് കൊളുത്തുകളാൽ വലിച്ച മുറിവുകളായി നരകത്തിലേക്ക് വന്ന് പതിക്കുമ്പോ തിന്മ ചെയ്ത ഫാജിറുകൾ ഇങ്ങനെ വീഴുകയാണ്, നന്മ ചെയ്ത തൗഹീദുള്ളവർ കടന്നു പോവുകയാണ്. ഇനിയോ വീണ ഫാജിറുകളിൽ, അവർ നരകത്തിലേക്ക് വീണ ഫാജിറുകളിൽ തൗഹീദുള്ളവരുണ്ടെങ്കിൽ പിന്നീട് ശുപാർശയിലൂടെ രക്ഷപ്പെടുന്നവരുമുണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവര്, ഏറ്റവും വലിയ വേദനയുടെ ഘട്ടം തന്നെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി എപ്പോഴാണ് ആശ്വാസമെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞില്ലയോ, സിറാത്തിൽ നിന്ന് കടന്ന് ഒരു കാലം സ്വർഗത്തിൽ വെച്ചാലേ എനിക്ക് ആശ്വാസമുള്ളൂ എന്ന് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വ്യത്യസ്തമായ വിശ്വാസ സംഹിതകളോടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട്, റബ്ബല്ലാത്ത മഹാരഥന്മാരോട് തേടുന്ന ആളുകളോട്, ശിർക്കിന്റെ പാതകളിൽ പോയാ സിറാത്ത് പോലും കിട്ടാതെ നരകത്തിൽ വീഴുമെങ്കിൽ അവിടെ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, സിറാത്തിലേക്ക് കടക്കുമ്പോ തന്നെ അതിനു മുമ്പേ നരകത്തിലേക്ക് വീഴുന്ന തൗഹീദുള്ള വിശ്വാസികൾ ആരാണെന്നറിയുമോ? അവരാരാണെന്നറിയോ? മുത്തനബി പറയാണ്, ഒന്നാമതായിട്ട് ഇൽമു നേടിയ, ഖുർആനിൽ ഇൽമു നേടിയ മനുഷ്യനാണ്, പണ്ഡിതനാണ്.
അദ്ദേഹം ജനങ്ങളോട് ഖുർആനും ഹദീസും ഇങ്ങനെ പറഞ്ഞു കൊടുത്തവനാണ്. പക്ഷേ അല്ലാഹു ആ മനുഷ്യനോട് സ്വർഗത്ത് പോവാനില്ല, സിറാത്തിലൂടെ കയറി രക്ഷപ്പെട്ടു പോകാറില്ല, നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. കാരണം ആ മനുഷ്യൻ ഇൽമു പഠിപ്പിച്ചു കൊടുത്തത് ഞാൻ വലിയ പണ്ഡിതനാണെന്ന് കാണിക്കാനാ. അതുകൊണ്ട് ആ മനുഷ്യനെ നരകത്തിലേക്ക് എറിഞ്ഞോ. രണ്ടാമത്തെ മനുഷ്യൻ പറയുന്നുണ്ടല്ലോ, നിന്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്തവൻ ണെന്ന് പറയുമ്പോ അല്ല പറയാ, നീ യുദ്ധം ചെയ്തത് എന്തിനാണെന്നറിയോ? നീ വലിയ ധീരനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനാ. അതുകൊണ്ട് ആ മനുഷ്യനെയും നരകത്തിലേക്ക് എറിഞ്ഞോ. മൂന്നാമത്തെ മനുഷ്യൻ പറയുന്നുണ്ടല്ലോ, നിന്റെ മാർഗത്തിൽ ഒരുപാട് സ്വതക്ക കൊടുത്തവനാണ്. അല്ല പറയുന്നു, ആ മനുഷ്യനെയും നരകത്തിലേക്ക് എറിയാൻ. കാരണം അവൻ ദാനം ചെയ്തത് എന്തിനാണെന്നറിയോ? അവൻ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാനാണ്. പ്രിയമുള്ളവരെ, ഇവർ ചെയ്ത തെറ്റെന്താണ്? ഇവർ ലോകമാന്യത, അത് ശിർക്കിന്റെ താഴെത്തട്ടാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ലെങ്കിലും നരകം അല്ലാഹു കൊടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ വിഷയമാണ്. ഇയ്യാകും അശ്ശിർകുൽ അസ്ഗറ, ചെറിയ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണേ. വമശ്ശിർകുൽ അസ്ഗറ യാ റസൂലല്ലാഹ്, ഏതാ നബിയെ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അറിയ ലോകമാന്യതയാണ്, മറ്റുള്ള ആളുകൾ കാണണമെന്ന് വിചാരിച്ച് ചെയ്യലാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഇവിടെ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഒരു 3 ആള് തിരുവനന്തപുരത്തേക്ക് യാത്ര പോവാൻ. നിസ്കരിക്കാൻ താല്പര്യമുള്ള 2 ആളുണ്ട്, നിസ്കാരം മടിയനായ ഒരാളുണ്ട്. അങ്ങനെ ഒരു 3 പേര് യാത്ര പോകുമ്പോൾ യാത്ര ഇങ്ങനെ എറണാകുളം ജില്ല കടന്ന് ളുഹർ ബാങ്കിൻ്റെ സമയമായപ്പോൾ നിസ്കരിക്കാൻ താല്പര്യമുള്ള 2 ആളും പറഞ്ഞു, നമ്മൾ ഇവിടുന്ന് നിസ്കരിച്ചിട്ട് ജമ്മു കസറൊക്കെ നിസ്കരിച്ചിട്ട് ഇനി യാത്ര പുറപ്പെടാം. അപ്പം നിസ്കാരം മടിയനും പറഞ്ഞു, ആയിക്കോട്ടെ. കാരണം എന്താ, ഞാനിപ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ ഇവരെന്താ കരുതുക? ഇവരുടെ കൂടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയാലും റുക്കൂഉം സുജൂദും ഒക്കെ അല്ലാഹ് തന്നെ ചെയ്താലും മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹ് തന്നെ നടത്തിയാലും നിസ്കാരമെന്ന അല്ലാഹ്ക്ക് കൊടുക്കേണ്ട ഇബാദത്തിൽ കൂടെയുള്ള 2 ആളുകൾ കാണണമെന്ന ചിന്ത വന്നപ്പോൾ അത് ചെറിയ ശിർക്കാണ്. ഇസ്ലാമെന്ന് പുറത്തു പോകില്ലെങ്കിലും അല്ലാഹ് നരകം കൊടുക്കുന്നതാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആര് നമസ്കരിച്ചുവോ അവൻ ശിർക്കാണ് ചെയ്തത് എന്നാ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആര് സ്വതക്ക ചെയ്തോ അവനും ശിർക്കാണ് ചെയ്തത് എന്നാണ്. ഇനി പ്രിയമുള്ളവരെ, അതുപോലും ശിർക്കുൽ അസ്ഗറാണെങ്കിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, അല്ലാഹു അല്ലാത്തവരോട് സത്യം ചെയ്താൽ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാൽ അല്ലാഹു തആല പൊറുച്ചു തരുമോ നമ്മളോട്? ഇല്ലല്ലോ. കാരണം എന്താ? നിങ്ങൾ നടത്തേണ്ട പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ എന്നുള്ളതാണ്. കാരണം ആ പ്രാർത്ഥന പോലും ആരാധനയാണ്. അതെവിടെയുള്ള സലഫികൾ നിങ്ങളോട് വെറുതെ പറയുന്നതാണോ? അള്ളാന്റെ ഖുർആനാണ് പറഞ്ഞത്. മുത്ത് നബിയാണ് പഠിപ്പിച്ചത്. ലോകത്തിലൂടെ കടന്നു വന്ന പണ്ഡിതന്മാര് പറഞ്ഞതാണ്. എന്തിനേറെ സമസ്തയുടെ ഉസ്താദുമാര് വരെ പറഞ്ഞു തന്നതാണ്. ഇതെല്ലാം ഒരൊറ്റ വാചകത്തിൽ എനിക്ക് പറഞ്ഞു തരാൻ കഴിയും. എന്തുകൊണ്ടെന്നറിയോ? സ്വഹീഹ് മുസ്ലിമിലെ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ആ ഒരു ഹദീസിൽ പ്രാർത്ഥന ആരാധനയാണെന്ന് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു തെളിവുദ്ധരിച്ചത് റസൂലുള്ള ഖുർആനായ തോതി പഠിപ്പിച്ചെന്നു എന്നാണ്. ഖുർആനായ തോതി റസൂലുള്ള പറഞ്ഞു പ്രാർത്ഥന ആരാധനയാണ്. അത് തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തഴവേനെ എല്ലാവരും അംഗീകരിക്കില്ല. നമ്മുടെ നാട്ടിലെ വയലുകളൊക്കെ നടക്കുമ്പോൾ തഴവയുടെ കവിത പാടിയിട്ടാണ് സാധാരണ ചെല്ലാറുള്ളത്, അല്ലേ? കാരണം ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം അത് രേഖപ്പെടുത്തുക. നമ്മുടെ കണ്ണിനെ പറ്റി ഒരു ജീവിക്കും കഴിവില്ല നോക്കാൻ ഫിസ്സമാ, മനുഷ്യനെ മാത്രം റബ്ബ് ചെയ്ത തകർറുമാ. ഒരു ജീവിക്കും ആകാശത്തിന്റെ മുകളിലൂടെ നോക്കാനുള്ള കഴിവില്ല, അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. വീട്ടിൽ കറി വെക്കണം മുരിങ്ങ,
മുരിങ്ങാമരം രണ്ടുള്ള വീട്ടിലെ ഹുലിമാ, കൂട്ടാനെ മുട്ടറിയേണ്ടതില്ലടി ഫാത്തിമ. അതിനെ പറ്റിയൊക്കെ പറയണ്ടേ. ശൈത്താൻ ഇബ്ലീസിനല്ല സ്വർഗത്തുനിന്ന് ആട്ടിപ്പുറത്താക്കുമ്പോ ഇബ്ലീസ് പേടിച്ച് മൂത്രമൊഴിച്ച സ്ഥാനത്ത് മുളച്ചതാണ് ബീഡിപ്പുകയിലാന്ന് അതിൽ പറയുന്നുണ്ട്. നമുക്ക് ചോദിക്കാനുള്ളത് അത് പ്രമാണമൊന്നുമല്ല, പക്ഷെ തിന്ന് നടക്കണോ വലിയാവോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ക്രമീകരിച്ച് വന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാനവർ പറയുന്നു നബിയിൽ നിന്ന്. അത് മാത്രമല്ല ഇബാദത്തിന്റെ മജ്ജയാ, പ്രാർത്ഥന ആരാധനയാണെന്ന് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഏതാണ് ആ ഉദ്ധരണി എന്നറിയുമോ? സ്വഹീഹ് മുസ്ലിമിലൂടെ ഹദീസ് കാണാം. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുആഉ ഹുവൽ ഇബാദ. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ആരാധനയാണ്. സുമ്മ ഖറഅ, എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഓതി കൊടുക്കുകയാണ് സൂറത്തു ഗാഫിറിൽ 60-ാമത്തെ ആയത്ത്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, നമ്മോടുള്ള ആരാധനയിൽ ആര് അഹങ്കാരം കാണിക്കുന്നുവോ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, വളരെ നിന്ദ്യനായി അവൻ നരകത്തിലേക്ക് പോകുമെന്നാണ്. പ്രാർത്ഥന ആരാധനയാണ്. ആ ആരാധന അല്ലാഹ്ക്കേ പറ്റൂ. അതാണ് സാക്ഷാൽ ബദരീങ്ങൾ ലോകത്തോട് പറഞ്ഞത്, അംബിയാ മുർസലുകൾ ലോകത്തോട് പറഞ്ഞത്. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദർ ജീലാനി ലോകത്തോട് പറഞ്ഞതും ഇസ്തിആസ അത് അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ എന്നുള്ളതാണെങ്കിൽ, കാലാന്തരങ്ങളിലൂടെ കടന്നു വന്നവർ മുഴുവനും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ചില സഹോദരങ്ങള് റബ്ബല്ലാത്തവരോട് ചോദിക്കുന്നുണ്ട്, അറിവില്ലായ്മയാണ്. ന്യായം പറഞ്ഞതല്ലോ, നിന്നിലേക്ക് സാധാരണക്കാരായ ഞങ്ങളെ അടുപ്പിക്കാനാണ്. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, അതുകൊണ്ട് പടച്ചോനിലേക്ക് എളുപ്പം അടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് മീഡിയേറ്റർമാരായി, മധ്യവർത്തികളായി നബിമാരെ വേണമെന്ന്, പ്രവാചകന്മാര് ഔലിയാക്കളെ വേണമെന്ന് വാദിക്കുന്നവരോട് മക്കാ മുശ്രിക്കുകളില്ലയോ? ലാത്തയോടും മുസ്സയോടും മനാത്തയോടും അവരെ ആരാധിച്ചത് 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 3-ാമത്തെ ആയത്തിലൂടെ കാണാം. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് കൂടുതലായി ഞങ്ങളെ അടുപ്പിക്കാനാണ്. അതിനു വേണ്ടിയിട്ടല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കണില്ല എന്നാ, പടച്ചോനിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ്. ഖുർആനിലെ 3 ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിലൂടെ പെടുത്തി തരികയാണ്. ഒന്ന് സൂറത്ത് ബഖറ 186-ാമത്തെ ആയത്താണ്. ഈ 3 ആയത്തുകളെ എഴുതി വെക്കണേ, ഈ ആയത്തുകളെ നോട്ട് ചെയ്യണേ. സമസ്ത പരിഭാഷകളിൽ ഈ ആയത്തിന് എന്തർത്ഥം കൊടുക്കണു എന്ന് നിങ്ങൾ നോക്കണേ. സൂറത്ത് ബഖറയിലൂടെ അല്ലാഹ് പറയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. റസൂലേ, എന്നെ കുറിച്ചെങ്ങാനും എൻ്റെ അടിമ താങ്കളോട് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണേ നബിയേ, ഫഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ലാ. അല്ലാഹു വളരെ അടുത്തുണ്ട്, ചോദിച്ചോ, അല്ലാഹു ഉത്തരം നൽകുന്നവനാണ്.
നമ്മുടെ നാട്ടിലെ വിശ്വാസാണ് ശരിയെങ്കിൽ അല്ല എന്താ പറയേണ്ടത്? റസൂലെ, എന്നെ കുറിച്ച് എന്റെ അടിമ താങ്കളോട് പറയണം. അല്ലാഹ് എന്ന് പറഞ്ഞ വലിയൊരു പ്രതിഭാസമാണ്. നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അമ്പിയ ഔലിയാക്കള് അതുപോലെ സ്വാലിഹീങ്ങളെ മീഡിയേറ്റർമാരായി കൊണ്ടുവന്നിട്ട് വേണം, അങ്ങനല്ലേ പറയണ്ടേ? പക്ഷെ അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഞാൻ വളരെ അടുത്തുണ്ട്. വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ല. അടുത്ത ആയത്ത് സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ ആയത്ത്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവ് ഇതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ചോദിക്ക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. 3-ാമത്തെ ആയത്ത് 50-ാമത്തെയും സൂറത്തു ഖാഫ് 16-ാമത്തെ ആയത്ത് അല്ലാഹ് പറയാണ്, വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലെ എനിക്കറിയാം. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അവന്റെ നാടിഞരമ്പുകളെക്കാളും ഞാൻ അടുത്തുള്ളവനാ. മനുഷ്യരെ, നിങ്ങളുടെ നാടിഞരമ്പുകളെക്കാളും ഞാൻ അടുത്തുള്ളവനാണ്. അല്ലാഹ് വളരെ അടുത്തുണ്ട്. ചോദിച്ചോ, അല്ലാഹു തആല ഉത്തരം നൽകാൻ. ഈ 3 ആയത്ത് മുന്നിൽ വെച്ച് നിങ്ങൾ പറ, ഇനി അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ ഒരാളുടെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇനി ഖുർആൻ പറഞ്ഞ മുഴുവൻ പ്രാർത്ഥനകൾ എടുത്തു നോക്കേ. അല്ലാഹുവിനോടല്ലാതെ കാണൂല, അല്ലാഹുവിനോടല്ലാതെ കാണില്ല. ഖുർആൻ ഇറങ്ങിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണെങ്കിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടോ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ടോ കൊടുത്ത കഴിവ് കൊണ്ടോ ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ ഖുർആനിലില്ല. അതൊറ്റപ്പാലത്തിന്റെ മണ്ണിലെ വേദി കെട്ടിയിട്ട് വെറുതെ പറഞ്ഞതാണോ? സ്വീകാര്യന്മാരായ ഉസ്താദുമാരോട് ചോദിച്ചു നോക്കാ. അവരുടെ കയ്യിൽ നിങ്ങൾ ഖുർആൻ കൊടുത്തോ? ഒരു പേജ് കൊടുത്തോ? പേന കൊടുത്തോ? എന്നിട്ട് നിങ്ങൾ ചോദിക്ക, ഈ ഖുർആനില് മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടോ ഹഖ് ജാഹ് ബറക്കത്തോണ്ടോ കൊടുത്ത കഴിവുണ്ടോ ഒരു പ്രാർത്ഥനയുണ്ടോ? ഖിയാമത്ത് നാൾ വരെ കാണിച്ചു തരാൻ കഴിയില്ല. മറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിലുള്ള പ്രാർത്ഥന മുഴുവൻ അല്ലാഹുവിനോട്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റാഹിമീൻ ഖാല റബ്ബി അൻസുർനി ബിമാ കذبون സുബ്ഹാനക ഫഖിനാ അദാബന്നാർ ഫാത്തിഹ ബക്കറ ആൽ ഇംറാൻ നിസാ മാഇദ അന്നമ റാഫൻ ഫാല തൗബ യൂനുസ് യൂസുഫ് അൽ ഇബ്രാഹിം. നീണ്ടു കിടക്കുന്ന ഖുർആനിന്റെ 114 അധ്യായങ്ങളിലൂടെ മറിച്ചു നോക്കിക്കോ, 160-ലധികം വരുന്ന പ്രാർത്ഥനകളുണ്ട്. മുൻകഴിഞ്ഞ നബിമാരോടില്ല, ഹഖ് ജാഹ് ബറക്കത്തോണ്ടില്ല, കൊടുത്ത കഴിവോണ്ടില്ല. ഇനി ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തോ. വീട്ടിലേക്ക് കയറുമ്പോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ, പുതുവസ്ത്രം ധരിക്കുമ്പോ, ഇടിമിന്നലുണ്ടാകുമ്പോ, ക്ഷുദ്രജീവികളുടെ ആക്രമങ്ങളെ ഭയപ്പെടുമ്പോ, കടക്കണിയിലൂടെ കുടുങ്ങുമ്പോ, മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടാണ്. ഖുർആൻ പറഞ്ഞതൊക്കെ അല്ലാഹുവിനോട്. റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്നല്ലാതെ ഒരു പ്രാർത്ഥന കാണില്ല. പിന്നെ എങ്ങനെയാ തകരാറ് പറ്റിയത്? നമ്മൾ എവിടെന്നറിയോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയും. അമ്മ കുട്ടീനെ ഇങ്ങനെ തൊട്ടിലാട്ടി കൊടുക്കുക അല്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറല്ലാഹ്, അങ്ങനെ പറഞ്ഞ താരാട്ടുണ്ട്. ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുന്ദരായിട്ട് ഇങ്ങനെ ദിക്റും ചൊല്ലി താരാട്ട് പാടി തൊട്ടിലാട്ടി കൊടുക്കുന്നതിനിടയിലെങ്ങാനും കുട്ടിയുടെ തല തൊട്ടിൽ നിന്ന് പുറത്തേക്ക് വീണാൽ അപ്പ വിളിക്കുന്റെ ബദരീങ്ങളെ. അതുവരെ പറഞ്ഞതാരെയാ? അതുവരെ പറഞ്ഞതാരെയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാപത്ത് വന്നപ്പോഴോ അള്ളാന്റെ പടപ്പിലേക്ക് അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, ഒരടിമക്ക് അല്ലാഹ് പോരെ, ഒരടിമക്ക് അല്ലാഹ് പോരെ. എന്റെ പ്രിയമുള്ളവരെ,
ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ആരെ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുർ റബ്ബാനിയുടെ പഴയ പ്രിന്റ് കിതാബ് 153 കാണാ, പുതിയ പ്രിന്റിൽ 123 കാണാ. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ, നിന്റെ മനസ്സിൽ എത്രയെത്ര ആരാധ്യന്മാരാണ്. കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ്, എല്ലാ വസ്തുക്കളും അല്ലാഹനെ കൂടാതെ അതിലേക്ക് അവലംബിക്കുമ്പോ, അതിലേക്ക് ആശ്രയിക്കുമ്പോ, വഹുവ സനമുക, അത് നിന്റെ വിഗ്രഹമാ. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മാ ശിർകുൽ ഖൽബ്, ഹൃദയത്തിലൂടെ ശിർക്ക് വെച്ചുകൊണ്ട് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് നിനക്ക് ഉപകാരപ്പെടൂല എന്ന് പറഞ്ഞത് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മാത്രം പോരാ, ജീവിതത്തിൽ ഉണ്ടാവണം. എത്ര ആളുകളാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റൊക്കെ ചൊല്ലും, ആപത്ത് വരുമ്പോ റബ്ബല്ലാത്തവരിലേക്ക് തിരിയുക. നമ്മൾ വിചാരിക്കും ഖുർആൻ ഇത്ര വ്യക്തമായി പറഞ്ഞിട്ട്, ഹദീസ് ഇത്ര വ്യക്തമായി പറഞ്ഞിട്ട്, ലോകത്തിൽ അംബിയാ മുർസലുകൾ ഇങ്ങനെ ജീവിച്ചിട്ട്, ബദ്രീങ്ങൾ പോലും തേടിയത് അല്ലാഹുവിനോടായിരിക്കെ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ തിരിയാനുള്ള കാരണം എന്നറിയോ? അള്ളാന്റെ ദീനിലെ പുതിയ ആചാരങ്ങൾ കൊണ്ടുവന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ ആണയിട്ട് പറയാം, പഠിക്കുന്നവരോട് മിനിമം ഒരു ആൻഡ്രോയിഡ് ഫോണെങ്കിലും കയ്യിലില്ലാത്തവരാരും ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, എഴുതി വെക്കാം, സത്യമാണോ എന്ന് പരിശോധിക്കാം. ഇത് പരലോകത്തിന് വേണ്ടിയിട്ടാ. പ്രിയമുള്ളവരെ, എന്നാണോ ദീനിൽ പുത്തൻ ആചാരങ്ങൾ കടന്നു വരാൻ തുടങ്ങിയത്, അവിടെയാണ് തകരാറുണ്ടായത്. അത് അധാർമികതകളിലേക്ക് വരെ വഴിവെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച്, ഇസ്ലാമിൽ ഖബർ സിയാറത്തിന്റെ സുന്നത്താണ്, നല്ല കാര്യം. പക്ഷെ ആളുകൾ അതിനെ കൊണ്ടുവന്ന് ഉത്സവമാക്കി മാറ്റി. ഇന്ന് മൊയ്ലിയന്മാർക്ക് പോലും കൈ കിട്ടാത്ത അവസ്ഥയ്ക്ക് വന്നില്ലേ? ഇല്ലേ? ഇന്ന് ഫെസ്റ്റുകളാക്കി മാറ്റി. മക്കാം ഉറൂസുകളൊക്കെ ഫെസ്റ്റുകളാക്കി മാറ്റി. കഴിഞ്ഞ ദിവസം വെമ്പേനാട് ഉറൂസാൻ ഷെയ്ഖിന്റെ ആണ്ട് നേർച്ചയൊക്കെ മാറിപ്പോ ഇതെങ്ങനെങ്കിലുമൊക്കെ അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന് മൊയ്ലിയന്മാർക്ക് വരെ കൺട്രോൾ ഇല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ധീര മക്കളാ. എന്താ ചെയ്തതെന്നറിയോ? ആനപ്പുറത്ത് കയറിയിരുന്ന ഒരു പെണ്ണാണ്, തല പോലും മറച്ചിട്ടില്ല, ഒരു ഷോൾ ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് ആനപ്പുറത്ത് ഇങ്ങനെ കയറിയിരിക്കുക. നിങ്ങൾ ആലോചിച്ച് എവിടേക്കാണ് ഇതൊക്കെ കൊണ്ടുപോണേ? ആളുകളുടെ ജീവിതമൊക്കെ എവിടേക്കാണ്? ഒരു കാലത്ത് മക്കാമാണ് ഉറൂസ. ഞങ്ങൾ ഇതിനൊന്നും ഭാഗമാക്കില്ല. നമ്മൾ ഈ ആനകളൊക്കെ മുസ്ലിം ആനകളാണ്. ഇപ്പൊ എന്റെ തറവാട്ടിൽ 2 ആന ഉണ്ട്, എന്റെ എളാപ്പാന്റെ കയ്യിൽ. മുപ്പര് നമ്മളെ വിചാരിക്കണ ലെവലൊന്നുമില്ല. പക്ഷേ ആനയുടെ പേരെന്താ അറിയാം? ഞങ്ങളുടെ തറവാട്ടും പേര് കിഴക്കേതിലാണ്, പക്ഷെ ആനയുടെ പേര് പുതുശ്ശേരി വിജയനാണ്. അപ്പോ അമ്പലത്തേക്ക് ഉത്സവത്തേക്കൊക്കെ പോകാൻ വേണ്ടി ആന, നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മളൊക്കെ ചില ആളുകളൊക്കെ ഈ മാർഗത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ആളുകള്, മൊയ്ലിയന്മാര് പറയുന്നൊന്നും ഞങ്ങൾ അംഗീകരിക്കണവരല്ല എന്നൊക്കെ പറയും. വേദന കൊണ്ട് നിങ്ങളോട് പറയാ, നിങ്ങളുടെ ശാലിയാത്തിയുടെ പുസ്തകങ്ങൾ ഉറൂസുകളിലൂടെ വെടിമരുന്ന് പോലും അനിവാര്യമാണെന്നും അവിടെയുള്ള കീടങ്ങളൊക്കെ ചത്തുപോകാനാണെന്നും നിങ്ങൾ എഴുതി വെച്ചവരാണ്. പണ്ഡിതന്മാരെന്ന് പറയുന്ന നിങ്ങൾ എഴുതി വെച്ചവരാണ്. അന്ന് അതിനെ എതിർത്ത മുജാഹിദിന്റെ പണ്ഡിതന്മാരോട് നിങ്ങളെ വഹാബികളാണ്, തീവ്രവാദികളാണ്, നിങ്ങളെ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചവരോട്, പ്രിയമുള്ളവരെ, ആന എന്ന് പറയുന്നത് ഉത്സവത്തിലൂടെ കൊണ്ടു നടക്കുന്ന ആന നേർച്ചകളിലൂടെ കടന്നു വരുമ്പോ തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോ കൊളത്തൂരുകാരൻ സഖാഫി ചോദിച്ചത്, ആന ഹറാമാണോ? ആനക്കെന്താ കുഴപ്പമുള്ളത് എന്നാ നിങ്ങൾ ചോദിച്ചത് എങ്കിൽ ഈ നടന്ന ഈ ആഴ്ചയിൽ ഇന്നലെ നടന്ന അനുഭവങ്ങൾ വരെ മുന്നിൽ വെച്ച് നിങ്ങളോട് പറയാ. ചാവക്കാടിന്റെ വെമ്പേനാടിന്റെ ആണ്ട് നേർച്ച മാറ്റി ഫെസ്റ്റ് എന്നോ നാട്ടുത്സവം എന്നോ ഉറൂസ് എന്നോ ഏത് പേര് നിങ്ങളെ വിളിച്ചാലും അള്ളാന്റെ പള്ളിയില് ജുമഅക്ക് വേണ്ടി കടന്നു വരുന്ന പെണ്ണിന് ഉള്ളിന്റെ ഉള്ളാണുത്തമം എന്ന് പറഞ്ഞ് ഒരു കൈയിൽ മടക്കി പിടിച്ച പായും മറുകയിൽ ലൊക്കത്ത് വെച്ച കുഞ്ഞുമായി പാതിരാത്രി 12 മണിക്ക് 1 മണിക്ക് പാതിരാവാദന വരുന്നത് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവരെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ അവരുടെ അരയാഭരണങ്ങൾ, മാലകൾ, പാദസ്വരങ്ങള് നിങ്ങൾക്ക് അവിടെ ആവശ്യമായിരുന്നു എന്ന് യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു വന്നിട്ട് പ്രിയമുള്ളവരെ മജ്‌ലിസുന്നൂറിലും മഹ്ദറത്തുൽ ബദരിയക്കും
നിങ്ങൾക്ക് വേണം. നട്ടുച്ചക്ക് അല്ലാഹുവിന്റെ പള്ളിയിൽ കടന്നു വന്നാൽ അത് ഫിത്നയാണെന്ന് നിങ്ങൾ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഉറൂസുകളിലൂടെ കൊണ്ടുവന്ന് മഹിളാരത്നങ്ങൾ കയറി വന്നത് ആനപ്പുറത്ത് കയറിയിരുന്ന് ഷോളണിഞ്ഞ് വെമ്പേനാടിന്റെ മണ്ണിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലാണ് ഒരു മനുഷ്യന് 2 ദർഗയുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ട ടി.പി. അങ്ങാടിലെ യാഹൂ തങ്ങൾ ഉപ്പുപ്പാന്റെ ദർഗ, ആ ദർഗയുടെ ഉറൂസ് നടന്നത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളാണെങ്കിൽ അവിടെയും അഴിഞ്ഞാടി നടക്കുന്നവരാരാണ്? പഴത്തിന്റെ ചീരണിക്ക് വേണ്ടി ആണും പെണ്ണും ഇടകലർന്ന് തല്ലുകൂടിയവരാരാണ്? കഴിഞ്ഞ വർഷത്തെ ആണ്ടു നേർച്ചയിലാണ് ഒരാന ഒരുത്തരെ കുത്തിക്കൊന്ന് തീരുമാനമാക്കിയത് എന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇങ്ങനെ നീണ്ടു കിടക്കുന്നവര് മണത്തലയുടെ നേർച്ചക്ക് മുമ്പിലാണ്. അറിയോ നിങ്ങൾക്ക്, കത്തുന്ന കർബല എന്ന് പറയുന്ന പാട്ട് വെച്ച് ആൺകുട്ടികളുടെ ദഫിനിടയിൽ ഒരു താത്ത വന്ന് ദഫിന്റെ താളം പിടിച്ചപ്പോ ചാടിക്കളിച്ചപ്പോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? അങ്ങ് കർബലയുടെ മണ്ണില് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുടെ മകൻ ഒരു തുള്ളി ദാഹജലമില്ലാതെ ഷഹർബാന്റെ തോളത്ത് കിടന്ന് തൊണ്ടക്കുടിയിലൂടെ അമ്പതറച്ച് പടഞ്ഞു മരിച്ചു എന്ന് പാട്ടുപാടി നിങ്ങൾ ചാടിക്കളിച്ചപ്പോ എവിടെയാ പ്രിയമുള്ളവരെ? ഇന്ന് ഉസ്താദുമാരുടെ കയ്യിലെ നിയന്ത്രണങ്ങളില്ല. സമൂഹത്തെ കൊണ്ടുപോയതാണ്. ദീന നിൽക്കേണ്ടിടത്ത് ദീന നിൽക്കണമായിരുന്നു, പഠിപ്പിക്കേണ്ടിടത്ത് പഠിപ്പിക്കണമായിരുന്നു. മുസ്ലിം പെണ്ണിന് പള്ളി അല്ലാഹു അനുവദിച്ചു കൊടുത്തപ്പോ അതിന്റെ അദബ് പറഞ്ഞു, അതിന്റെ മര്യാദ പറഞ്ഞു. കൃത്യമായ വസ്ത്രവിധാനമില്ലാതെ മൂടുപടങ്ങളെ താത്തിയിട്ടിട്ടല്ലാതെ അള്ളാന്റെ പള്ളിയിലേക്ക് നിങ്ങൾ വരണ്ട. അടിച്ചു വീശുന്ന സുഗന്ധമായി അള്ളാന്റെ പള്ളിയിലേക്ക് നിങ്ങൾ വരണ്ട. പ്രിയമുള്ളവരെ, അത് അള്ളാന്റെ റസൂൽ തടുക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ ചിട്ടയോടെ മര്യാദയോടെ അദബോടെ അള്ളാന്റെ പള്ളിയിലേക്ക് വരാൻ അനുവാദമുണ്ട് എന്ന് പഠിപ്പിച്ച അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പോലും അള്ളാന്റെ പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ അവരെ നിങ്ങൾ തടുക്കാൻ പാടില്ല. അള്ളാന്റെ പള്ളികളിൽ നിന്നുള്ള ഓഹരി നിങ്ങൾ തടയല്ലേ. അള്ളാന്റെ അഭയാർത്ഥികളായ സ്ത്രീകള് പള്ളികളിൽ നിസ്കരിക്കുന്ന നിങ്ങൾ തടയാൻ പാടില്ല. ഇതേ മുജാഹിദേർ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞെന്തെന്നറിയോ? ഇസ്ലാമിലുള്ള ആചാരങ്ങളെ നിങ്ങൾ മുന്നിൽ വെക്കും. ഇസ്ലാമിനൊരു കേടുപാട് സംഭവിക്കില്ല. അള്ളാഹു അല്ലാത്തവരോട് ഒരു തേട്ടവും വരൂല്ല. ഞാൻ ആ മർമ്മ വിഷയത്തിലേക്ക് വരാൻ. സുന്നത്തിലെ അള്ളാഹു അല്ലാത്ത ആരോടുമുള്ള തേട്ടം കാണാൻ പറ്റൂല. പക്ഷെ എവിടെയാണോ ബിദ്അത്ത് കടന്നു വന്നത് അവിടെയാണ് റബ്ബല്ലാത്തവരോടുള്ള തേട്ടമുണ്ടായി. വാശി മാറ്റിവെക്ക്, വൈരാഗ്യങ്ങളെ മാറ്റിവെക്ക്. സമസ്ത മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി ഭേദമില്ലാതെ എല്ലാവരും പള്ളി പോയി. ഞാൻ ഇസ്ലാമിന്റെ സുന്നത്താട്ടോ പറയണേ, നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി എല്ലാവരും എന്തേ പറയുള്ളൂ? അല്ലാഹു അക്ബർ. ഇസ്ലാമിന്റെ സുന്നത്ത് അങ്ങനെയാ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി അലൈഹി അല്ലാഹുമ്മ ബാഇദ് ബൈനി. ഹനഫി മദ്ഹബുകാരന്റെ സന ആണെങ്കിലും എല്ലാവരും ചോദിച്ചത് ആരോടാ? അല്ലാഹുവിനോടാ. ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരമാവട്ടെ, മറ്റു ആരാധനാ കർമ്മങ്ങളാവട്ടെ, ബലികർമ്മങ്ങളാവട്ടെ, ജീവിതമാകട്ടെ, മരണമാകട്ടെ, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനുള്ളതാണ്, അല്ലാഹുക്കുള്ളതാണ്. മൊയ്തീൻ ശൈഖിന്റെ പോത്തില്ല, ബദരീങ്കരുടെ ആടില്ല, മമ്പുറത്തെ കോഴിയില്ല. അവിടെ പറഞ്ഞു വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം അല്ലാഹുവിനാണ്. സുന്നത്ത് എങ്ങനെയാണ്? അത് കഴിഞ്ഞിങ്ങനെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ആട്ടിയോടിക്കപ്പെട്ട പിശാചിന്റെ ശർറിൽ നിന്ന് നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു. അല്ലാഹ്, ശപിക്കപ്പെട്ട ശൈത്താനിന്റെ ശർറിൽ നിന്ന് കാവല് ചോദിക്കുന്നു. അല്ലാഹ്, സമസ്തക്കാരൻ ചോദിച്ചത് അല്ലാഹുവിനോട്, സലഫി ചോദിച്ചത് അല്ലാഹുവിനോട്, ജമാഅത്തുകാരൻ ചോദിച്ചത് അല്ലാഹുവിനോട്, തബ്ലീഗുകാരൻ ചോദിച്ചത് അല്ലാഹുവിനോട്. ഇസ്ലാമിലെ സുന്നത്തിലെ മാറ്റമില്ല.
പക്ഷെ നിസ്കാരം കഴിഞ്ഞു പള്ളിയിലെ ഇശാ ജമാഅത്ത് പറഞ്ഞിട്ട് പറഞ്ഞത് അന്ന് മജ്ലിസുൻ നൂറുണ്ട്, മഹ്ദറത്തുൽ ബദരിയുണ്ട്. ഈ രണ്ടിലും നിങ്ങൾ തേടിയതാരോടാണ്? ഈ കെ സമസ്തക്കാരെ മജ്ലിസുൻ നൂർ കൊണ്ടുവന്നപ്പോ അതിന് പകരം അതേ സ്ഥാനം പേരുമാറ്റി ഏപ്പിക്കാര് കൊണ്ടുവന്നതാണ് മഹ്ദറത്തുൽ ബദരിയ. എന്നിട്ട് അവര് ചോദിച്ച ആരോടാ? ദാഹം ഔത്തത് കൂട്ടിയിടും ഇബ്ലീസ് കോസിനെ കാട്ടിയിടും നേരം ലൈനവനാട്ടുവാൻ ബദിരികളാൽ ചുണറബ്ബന. മരിക്കുന്ന നേരത്ത് ഇബ്ലീസ് വെള്ളം കൊണ്ടുതരുമ്പോ ബദിരീങ്ങളുടെ കാവല തരണേ അല്ലാഹ്. അപ്പൊ പടച്ചോന്റെ പണി എന്താ? ബദിരീങ്ങളുടെ കാവൽ കൊടുത്തു കൊടുക്കല. മരിക്കണ നേരത്ത് ഇബ്ലീസ് വെള്ളം കൊണ്ടുവരുമ്പോ ബദരീങ്ങളുടെ കാവല് തരണേ. മറ്റൊൻ ജവാബ് പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ പറഞ്ഞ ആ ജവാബും മുറിക്ക് നിന്നോ താളം തെറ്റൂല. പാവങ്ങൾക്ക് അറിയാത്തോണ്ട്. കാരണം എന്താ അറിയോ? ഈ മൗലൂദ് ഓതുമ്പോഴൊന്നും അർത്ഥം അറിയില്ല. അത് മലയാളാണെങ്കിലും ശരി, അറബിയാണെങ്കിലും ശരി, തമിഴാണെങ്കിലും ശരി, ഇവർ അറിയില്ല. ഈ മങ്കൂസ് മൗലൂദാണ് പള്ളിയിൽ കൂടുതലും ചെല്ലുക. അപ്പൊ അതിൽ രണ്ടാമത്തെ ഇക്കായത്തില് ഫഖാല ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് മാലുഹു ഇങ്ങനെ പറയുന്നുണ്ട്. ആളുകൾ ഫഖാല ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് റളിയല്ലാഹു അൻഹു എന്നിട്ട് അങ്ങനെ പറയാ. സത്യത്തിൽ ഈ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് വന്ന അമ്പലത്തിലെ പൂജാരിന്റെ പേരാ. അറബി കണ്ടപ്പോ ഇവരൊക്കെ വിചാരിച്ചത് സ്വഹാബി ആയിരിക്കും. ചൊല്ലിക്കൊടുക്കണോ വരെ എന്താ പറയുന്ന അറിയോ? റളിയല്ലാഹു പറഞ്ഞിട്ട് ചൊല്ലിക്കൊടുക്ക. സഹി തനക്കസ്ത മത്ലൂബം ഫമാദാക കുല്ലന ഫമിൻ ഹുസൈനിനാ ഖദ്ദറത്തിൽഹിറു ബിസുഹബി സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയതി എന്നങ്ങനെ മുറിച്ച് ചെല്ലുണ്ടല്ലോ. അപ്പോ ഈ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്ന പൂജാരി പറയുന്ന ഡയലോഗ് അതേ. ബിംബമേ നീ എന്താ വീണ് കിടക്കണേ? പള്ളിയുടെ മിനാർത്തി കൂടെ ബിംബമേ നീ എന്താ വീണ് കിടക്കണം? അപ്പൊ മറ്റും സ്വലാത്തും വതസ്ലീമും. റസൂല് ജനിച്ചപ്പോ വിഗ്രഹം വീണെന്ന് പറയുന്ന പറയുമ്പോ മുഴുവനായിട്ട് പറയാ. ഇതിങ്ങനെ തുണ്ടം പറഞ്ഞിട്ട് ബിംബമേ നീ എന്താ വീണ് കിടക്കണേ? സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയതി. അപ്പൊ ഈ ചെല്ലണോന് മിക്കത് അർത്ഥം അറിയാത്തോണ്ടാണ്. ഇപ്പം പറയും മറ്റൊപ്പം നബിയോട് രക്ഷിക്കണോടത്തും നബിയെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, നബിയെ പാപം പൊറിച്ചേരണേ. അപ്പൊ മറ്റും പറയാണ് ഹസ്ബി റബ്ബി ജല്ലല്ല, എനിക്ക് അല്ല മതി, മാഫി കൽബി അവറുള്ള, എന്റെ മനസ്സിൽ അല്ലല്ലാണ്ട് ആരുമില്ല, ഹക്ക് നീ പഠിച്ചോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഈ പറയണോന് ഇതിന്റെ അർത്ഥം അറിയാത്തതിന്റെ അപകടം നല്ലോണ്ട്. മജ്ലിസുൻ നൂറിൽ പറയണ വാക്കെന്താണ്? ബദരീങ്ങളുടെ കാവല് മരിക്കണം നേരത്തെ തരണേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ നിസ്കാരത്തിൽ എന്താ പറഞ്ഞ? അഊദു ബില്ലാഹി. സുന്നത്തിൽ എവിടെയും തകരാറ് പറ്റൂല. മജ്ലിസുൻ നൂർ തെറ്റാണെന്ന് പറയാ, ആരോട് തേടണമെന്ന് പഠിക്കാൻ അല്ലാഹുവിന്റെ ഖുർആനിൽ നിങ്ങൾ അറിയുന്ന എല്ലാവരും അറിയുന്ന സൂറത്തില്ലയോ? ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. മനുഷ്യ മനസ്സിലെ ദുർമന്ത്രം നടത്തി പിന്മാറിക്കളയുന്ന ശൈത്താനിന്റെ ശർറിൽ നിന്ന് ജനങ്ങളുടെ രാജാതിരാജനായ, ജനങ്ങളുടെ ആരാധ്യനായ, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ് നിന്നോട് കാവല് ചോദിക്കുന്നു അല്ലാഹ്. അപ്പൊ ഖുർആൻ പറഞ്ഞത് ആരോടാ? അല്ലാഹുവിനോട് അല്ലേ? അപ്പൊ നിസ്കാരത്തിലെ സുന്നത്തിലൂടെ സഞ്ചരിക്കുമ്പോ അല്ലല്ലാത്തവരോട് തേട്ടമില്ല. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയുമെന്നാണ്. ലോകത്തിന്റെ നിയന്ത്രണം, അതിന്റെ കൺട്രോൾ രക്ഷിതാവ് അല്ലാഹുവാണ്. കോഴിക്കോട് ചിറ്റടിമയത്തിൽ അബൂബക്കർ മുസ്ലിയാരില്ല, ഖുത്ബുൽ അഖ്താബില്ല, ഔസുൽ അഅ്ലമില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിനക്കറിയോ മനുഷ്യരോടൊപ്പം എന്ന് പറഞ്ഞിട്ടൊരു കേരള യാത്ര നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പിന്നാലെ വേറൊരു യാത്ര നടക്കുന്നുണ്ട്. ഇവര് മനുഷ്യരോട് അപ്പല്ല എന്ന് പറഞ്ഞിട്ട് നൗഷാദ് അക്സനി പറഞ്ഞ ഒരാള് ഫോണെടുത്തൊക്കെ ഇങ്ങനെ ചൂലും കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്താ അറിയോ? അവരുടെ അഭിപ്രായ പ്രകാരം പേരോട് സക്കാഫിയൊക്കെ മുജാഹിദ് ആവണമെന്നാണ്.
അപ്പൊ ഞങ്ങൾ മുജാഹിദ് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി കണഞ്ഞു നോക്കിയിട്ട് ഇവര് പറയുന്നത് CM മടവൂർ ലോകം നിയന്ത്രിക്കുന്നു സ്ഥാപിക്കാൻ CM മടവൂർ എന്ന ഷെയ്ഖ് വഴി അല്ലാണ്ട് സ്വർഗമില്ല. മറ്റൊരു പറയുന്നത് വെച്ചാൽ CM മടവൂരിനെ റസൂലിനോട് ബദരീങ്ങൾക്ക് മുകളിലാണെന്ന് പറഞ്ഞൊന്നും ശരിയല്ല എന്ന് പേരോട് പറയുമ്പോൾ പറയും അങ്ങനെ തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ന്യായീകരിക്കാൻ അങ്ങനെ പറയുമ്പോൾ വെച്ചാൽ മൗലൂദിന്റെ ഉള്ളുകള്ളികളൊക്കെ നൂഹ് നബിയുടെ കപ്പല് കൊണ്ടുവരുന്നത് മൊയ്തീൻ ഷെയ്ഖാണെന്നൊക്കെ പറയുന്ന വരിയുണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വേറൊന്നും ഉണ്ടല്ല. ഇവിടങ്ങളിൽ ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് വാദിക്കാൻ ശ്രമിക്കുന്നവരെ, ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്ന അദ്ദേഹം എന്ന് പറയുന്നവര്, അദ്ദേഹത്തിന്റെ ചുമരിലെ ഫോട്ടോയിലെ കൃഷ്ണമണി ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കാൻ എല്ലാം ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ 2 ആഴ്ച ആയിട്ടില്ലേ മടവൂര് മക്കാമിലെ പെട്ടി ഒരുത്തൻ ചൂണ്ടിയുണ്ടായി. നേർച്ചപ്പെട്ടി ഒരുത്തൻ അടിച്ചോണ്ടായി. ഞാൻ ചിന്തിക്കുന്നവരോടാ പറയുന്നത്, കാണാനില്ല. CC ക്യാമറയിൽ പോലും കാണില്ല. CC ക്യാമറ അങ്ങനെയാണ് ചില സമയത്ത് അല്ലേ. ഞാൻ വർക്ക് ചെയ്യണ ഇവിടുത്തെ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ 37ഓളം CC ക്യാമറ. റോബസ്റ്റിന്റെ വലിയൊരു കൊല കാണാതെ പോയി, റോഡ് സൈഡ് നിൽക്കണേ. അപ്പൊ ഞങ്ങളിങ്ങനെ CCTV ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ കള്ളം വരണതൊന്നും കാണാനില്ല, പക്ഷെ ഒരു കൊല ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, ആളെ കാണാനില്ല. അങ്ങനെ കൊല തോളത്തിട്ടിട്ട് ഇങ്ങനെ പോണത് കാണുള്ളൂ. കാരണം ഇപ്പുറത്ത് കൂടെ ചാടി വന്നിട്ട് കൊല വെട്ടി ഇങ്ങനെ പോകണം. അപ്പൊ CC ക്യാമറക്ക് പോലും എന്തുണ്ട്, ചില പരിമിതി ഉണ്ട്. ഞങ്ങളാരൊക്കെ CM മടവൂരിലെ പെട്ടി കാണാനല്ല, ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞ നോക്കണേ ഫ്ലൈറ്റിന്റെ കൺട്രോള് പോലും CM മടവൂര് മലർന്നു കിടന്നിട്ടാണ്. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവരോട് നീ ചൊല്ല, അതെ അതെ അത് മടവൂരാണ്, ഞങ്ങളെ പടച്ചോന് മടവൂരാണ്. നമ്മളെ മനസ്സ് വേദനിച്ചില്ലേ ഈ പാട്ട് ഇറങ്ങിയത്? ഞാനൊരു വിഷയം പറയാം. ഈ പാട്ട് ആദ്യത്തെ ക്ലിപ്പ് കിട്ടിയപ്പോ അന്ന് ഞാന് പ്രസംഗത്തിന് പോണതിന് മുമ്പ് കാസർഗോഡ് ജില്ലയുടെ കണ്ണൂരിന്റെ ബോർഡറിലാണ്. അപ്പോ കാഞ്ഞങ്ങാട് ഭാഗത്ത് ആ പ്രസംഗത്തിന് പോണതിന് മുമ്പ് ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് കേട്ട് വെറുതെ ഇങ്ങനെ പാടിയതാണ്. എന്റെ ഉമ്മ എന്നോട് ചൂടായി, മര്യാദക്ക് മുണ്ടാണ്ടെന്നോളാം. കാരണം ഡൈജസ്റ്റ് അല്ലേ ഈ സാധനം. ഞങ്ങൾ പറയുമ്പോ നമ്മൾ ഒരാൾ പറഞ്ഞതാണ്, നമുക്ക് അത്രമേൽ സഹിക്കൂല്ല. എന്തുകൊണ്ടാണ് മടവൂര് പടച്ചോരാൻ 10 ഘട്ടമായി ഇവരവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതും തീർന്നിട്ടില്ല. ഇപ്പൊ പുതിയത് അതേ ഉസ്താദുമാര് വീണ്ടും രംഗത്ത് വന്നു. അള്ളാന്റെ അർശിന് മുകളിലാണ് CM മടവൂർ എന്ന്. പ്രിയമുള്ളവരെ 37 ലക്ഷം ഭൂമി ഉൾക്കൊള്ളുന്ന സൂര്യൻ ഉണ്ടെങ്കിൽ ആ സൂര്യൻ നോക്കെ 13.5 ലക്ഷം ഭൂമി ഉൾക്കൊള്ളുന്നത് സൂര്യന്റെ ഉള്ളിൽ കൊള്ളുമെങ്കിൽ ആ സൂര്യനാവട്ടെ മിൽക്കി വേ ഗാലക്സിയില് ക്ഷീരപഥത്തില് പൊട്ടുപോലെ കാണപ്പെടുന്നതാണെങ്കിൽ ആ അങ്ങനത്തെ ശതകോടി ഗാലക്സികളാണ് ഒന്നാം ആകാശത്തുള്ളതെങ്കിൽ അതിനും വലുതാണ് 2എങ്കിൽ അതിനും വലുതാണ് 3എങ്കിൽ ഏറ്റവും വലിയ 7ആം ആകാശത്തിന് മുകളില് അർശിനും കുർസിക്കും മുകളിൽ ഉപവിഷ്ടനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുകളിലാണ് CM മടവൂർ എന്ന് നിങ്ങൾ വരികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എവിടേക്കാ നിങ്ങൾ ഈ വാദം കൊണ്ടുവന്നത്? അല്ലാഹു ജല്ല വഅല, അല്ലാഹു തആല എന്ന് നമ്മൾ പറഞ്ഞ ഏറ്റവും ഉന്നതൻ ഞങ്ങളുടെ റബ്ബാണ്. അല്ലാഹുവാൻ. ഞാൻ ഈ വാദഗതിക്കൊന്നും പറയുന്നില്ല. ഇതിന്റെ കാറ്റ് മുഴുവൻ അഴിച്ചുവിടാൻ ബുദ്ധിയുള്ളവനെ നേർച്ചപ്പെട്ടി പോയത് മാത്രം മതി. ഇവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ നിങ്ങളോട് പറയാനുള്ള ഒരു വാക്കെന്നറിയോ? ഈ പറയുന്ന ഉസ്താദുമാര് ഏത് വലിയ ഉന്നത ബിരുദധാരിയായ സക്കാഫിയാവട്ടെ, അഹ്സനിയാവട്ടെ, ഇനി ബുഖാരിയാവട്ടെ, ആര് തന്നെയാണെങ്കിലും സൗദി അറേബ്യയിലെ കഫീലിന്റെ അടുത്ത് പോയി പറയാ, കഫീലെ ലോകമൊക്കെ നിയന്ത്രിക്കുന്നത് ആരെന്നറിയോ? ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആറടി മണ്ണിൽ മറവ് ചെയ്യപ്പെട്ട ചിറ്റടിമേത്തൽ അബൂബക്കർ മുസ്ലിയാരാണെന്ന് പറഞ്ഞാൽ ആ അറബി ചോദിക്കുന്നത് മജ്നൂനിയ സക്കാഫി, എനിക്ക് ഭ്രാന്തുണ്ടോ സക്കാഫി? ഇത്ര കാറ്റേ ഉള്ളൂ പ്രിയമുള്ളവരെ. അതിന് ചിന്തിച്ചൂടെ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു രോഗം നിയന്ത്രിക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗം നിയന്ത്രിക്കുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രോഗം നിയന്ത്രിക്കുന്നു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രോഗം നിയന്ത്രിക്കുന്നു? പക്ഷെ കേട്ടിട്ടുണ്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മുദബ്ബിറുൽ ആലം സാനി, രണ്ടാമത് ലോകം നിയന്ത്രിക്കുന്നത് അലിയാ എന്ന് വാദിച്ചവരെ ഷിയാക്കളാണ്. ആ
ഷിയാക്കളുടെ വാദമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുന്നത്തിലേക്ക് പോരെ. തൗഹീദ് സുരക്ഷിതമാണ്. അർ-റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ, പരമകാരുണികൻ, അങ്ങുതാ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. എന്റെ മുരീദാരും നരകത്തിയില്ലെന്ന് നരകത്തേക്കാക്കും മാലക്ക് പറഞ്ഞു. ഓവർ ഒന്നുമില്ല, ഒരു ഓവറും ഇല്ല, എല്ലാം ഇവിടെ റബ്ബാണ്. അവിടുന്ന് അല്ലാഹുവോട് പറയുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സമസ്തക്കാരെ, ഒരു ദിവസത്തിൽ 17 തവണ അള്ളാന്റെ മുമ്പിൽ എടുക്കുന്ന പ്രതിജ്ഞയാണ്, അല്ലാ നിന്നെ മാത്രം ആരാധിക്കുന്നു, അല്ലാ നിന്നോട് മാത്രം സഹായം തേടുന്നു, അല്ലാ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങളെ സഹായം തേടുന്നു, അല്ലാ. ആയത്തിനെ വിശദീകരിച്ചത് ലോകത്തിന്റെ മുത്താണ്. ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവോട്, സഹായം തേടുന്നുവെങ്കിൽ അതും അല്ലാഹുവോട്. നിസ്കാരത്തിലൂടെ തൗഹീദാണ്. അല്ലാഹുവോട് പറഞ്ഞില്ല, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലൂടെ നയിക്കണേ അല്ലാ. നിസ്കാരം കഴിഞ്ഞ് ആചാര വീട്ടിൽ കുതുബിയത്തിന് പോയപ്പോഴോ, ബസ്റഫ് ആദി സിറാതൻ തസാലികുഹു ഫല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു. മൊയ്ദി ശൈഖ്, അങ്ങ് പ്രവേശിച്ച നേർമാർഗത്തിൽ ഞങ്ങളെ നയിക്കണേ ശൈഖ്. നിസ്കാരത്തിൽ അല്ലാഹുവോട് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഓടിച്ചു പോവാ. റുക്കൂഇലും സുജൂദിലും ഇത്തിദാലും അല്ലാഹുവോട്. പ്രിയമുള്ളവരെ, എല്ലാ സുന്നത്തും അല്ലാഹുവോട്. സ്വലാത്ത് സുന്നത്ത് അല്ലാഹുവോട്. കോഴിക്കോട് നിന്നുണ്ടാക്കിയ ബിദ്അത്ത് വന്നപ്പോഴോ മുഹമ്മദ് നബിയോട്. അതുപോലെ തന്നെ ഇസ്ലാമിലെ ദിനാഘോഷങ്ങൾ അല്ലാഹുവോട്. ചെറിയ പെരുന്നാള്, വലിയ പെരുന്നാള് ഒക്കെ അല്ലാഹുവോട്. ഹാജറിന്റെ കഥ പറയുന്ന, ഇസ്മായിലിന്റെ നൊമ്പരം പറയുന്ന, ഇബ്രാഹിം നബിയുടെ ത്യാഗം പറയുന്ന വലിയ പെരുന്നാളിൽ ഇബ്രാഹിം നബിയോട് ഹക്ക് ബർക്കത്തുണ്ടില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അങ്ങനെയല്ലേ പറയലേ. പ്രിയമുള്ളവരെ, ഇവരെ ദിനാഘോഷം പുതിയതുണ്ടാക്കിയപ്പോഴോ നിബിധനം വന്നു നബിയോട്, മുത്തുനബിയോട്. അങ്ങനല്ലേ ആദരവായ അവിടുന്ന് പ്രവാചകനോട്, പാപങ്ങളെ പുറത്തു തരാൻ അബ്ദുക്കൽ മിസ്കീൻ റസൂൽ, അങ്ങയുടെ പാവപ്പെട്ട അടിമ ഇതാ വന്നിരിക്കുന്നു. നമ്മൾ അല്ലാന്റെ അടിമയല്ലേ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത മാസം വന്നു റബിയുൽ ആഖിർ വന്നു, ജീലാനി ദിനം. ഉഡായിപ്പാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, നബിദിനം നമ്മൾ പറയും നബി ജനിച്ചേനാൻ. അപ്പൊ ജീലാനി ദിനം, ജീലാനി ജനിച്ചതാണോ? അല്ല കേട്ടോ, ജീലാനി മരിച്ചതാ. എന്താ ജീലാനി ജനിച്ച ദിവസം ആഘോഷിക്കാത്തെ? അത് റമദാൻ 1-നാണ്. ഓൾറെഡി ആ മാസം ബദരീങ്ങളുടെ ആണ്ടുണ്ട്. 12 മാസത്തെ സ്കെച്ച് കറക്റ്റാണ്. നബിദിനം, ജീലാനി ദിനം, പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ആണ്ട്, റിഫായി ഷെയ്ഖിന്റെ ആണ്ട്, ഇങ്ങനെ ഇവർ ക്രമീകരിച്ചു പോയിരിക്കാൻ. എന്നിട്ട് മാത്രമല്ല പ്രിയമുള്ളവരെ, ഇതിലൊക്കെ ആരോടാ തേടുക? നബിദിനത്തെ പറയും നൂഹ് നബി മുഹമ്മദ് നബിയോട് ഇസ്തിയാസ് ചെയ്തപ്പോഴാണ് രക്ഷപ്പെട്ട മങ്കൂസ് മൗലിദ്. റബീഉൽ ആഖിറിൽ പറയും മൊയ്ദി ഷെയ്ഖാണ് രക്ഷപ്പെടുത്തിയത്. അനകുന്തു മഅനൂഹിം ബി അലാ സഫീനത്തി. നബിദിനത്തിൽ പറയും ഇബ്രാഹിം നബി മുഹമ്മദ് നബി രക്ഷപ്പെടുത്തിയതാണ്. അടുത്ത മാസം റബീഉൽ ആഖിറിൽ പറയും മുഹമ്മദ് നബി ഒന്നല്ല, മൊയ്ദി ഷെയ്ഖ് രക്ഷപ്പെടുത്തിയതാ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു രണ്ടുമല്ല, ഞാനാ രക്ഷപ്പെടുത്തിയതെന്ന്. അല്ലാഹ് ഏതാ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചു. അപ്പൊ നബിദിനത്തിൽ നബിയോട് തേടി പിന്നെ ജീലാനി ദിനം വന്നപ്പോഴോ മലയാളത്തിലെ ആദരവായ റസൂലുള്ളാഹി 14 മകനായവരെ ബദാദിൽ മറപ്പെട്ടൊളിവേ ശൈഖ് മുഹിയുദ്ദീൻ തങ്ങളെ കാത്തിടണേ. അങ്ങനെ തേടി, അറബിയിലെ ഒരുപാട് തേടി. ബസ്ർഫാദി നേരത്തെ പറഞ്ഞില്ലേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മനജ്ജിനിമില്ലല്ലാ. പിന്നെ വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം 1000 തവണ വിളിച്ചിട്ട് ഉത്തരം തിങ്കളാഴ്ച രാവിലെ 12 കാലടി വെച്ചിട്ട് ഷെയ്ഖിനെ വിളിക്കണ വിളി അല്ല ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം, മറുപടി ഒക്കെ പറഞ്ഞു. എന്നിട്ട് കുത്തുബിയത്തിൽ ജീലാന്തരത്തില് നിങ്ങൾ വിചാരിക്കും മൊയ്ദി ഷെയ്ഖിനോട് മാത്രമാണ്. അല്ലാട്ടോ, മിനൽ ജിന്നി വൽ ഇൻസി കുബറാഇഹിം വറസാഹിം, ജിന്നിലെ നേതാക്കന്മാര് ഔലിയാക്കള് അഹ്മർ വതംറയ وحسن لحكوش ميمون هدلياد نسر السوش ميمون صنك شتت تشكوش أبيض شمهور شذوبيا الذين آهدوا الله ونبيه سليمان عليه السلام. നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ തശ്വീഷ് പറഞ്ഞതാണ്. അല്ല, റെക്കോർഡുണ്ട്. സ്ലോയിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ കുത്തിയിരുന്ന് പഠിച്ചതാ. നല്ലപോലെ പഠിക്കായിരുന്നെങ്കിൽ എനിക്ക് UPSC സിവിൽ സർവീസ് കിട്ടുമായിരുന്നു. നിങ്ങൾ ആലോചിച്ചൊക്കെ. പിന്നെ നിങ്ങൾ ഒന്ന് കൃത്യമായിട്ട് നോക്കി ഞാൻ പറഞ്ഞുതരാം. അഹ്മർ തംറയാത്ത് ഹസ്സഹ് ലഹ്കൂഷ്
മൈമൂന് ഹദ്ലയാദ് നസ്തലസ്തൂഷ് മൈമൂന് സുന്നിക് ശതതഷ്കൂഷ് അബിയദ് ശംഹൂറഷ് സൗബിആ 11 ജിന്നൗലിയാക്കൾക്ക് ഫാത്തിഹ അയച്ചു കൊടുക്കുമ്പോ ജീലാനന്ദനം കഴിഞ്ഞു. അടുത്തതാരുടെ പേരിൽ അവരോട് ഇന്നലെ ജനുവരി 14 കാഞ്ഞിരമുറ്റ് ഷെയ്ഖ് ഫരീദ് ഔലി ആണ്ട് നേർച്ച. അത് വിചാരിക്കും എന്തിനാ ഇവിടെ ഒറ്റപ്പാലത്ത് വന്നിട്ട് അത് പറയണേ. കാഞ്ഞിരമുറ്റത്താണെങ്കിലും അദ്ദേഹത്തിന് ഇന്ത്യക്ക് പുറത്തും ഖബറുണ്ട്, അത് വേറെ ആയിക്കോട്ടെ. ഇനി ഇവിടെ തന്നെ 300-ലധികം ബ്രാഞ്ചസ് ഉണ്ട്. എല്ലാ നാട്ടിലും മകരം 1-ന് ചക്കരച്ചോറും വെച്ചിട്ട് അപ്പൊ തന്നെ പൊളിഞ്ഞില്ല. ഇസ്ലാമിൽ ഏത് ആഘോഷം? മലയാള മാസത്തിലുള്ള ശവ്വാൽ 1 ചെറിയ പെരുന്നാള്, ദുൽഹജ്ജ് 10 വലിയ പെരുന്നാള് അല്ലേ? എന്നിട്ട് ആളുകൾ ഇതിൽ ആരോടാ തേട? നാഗോരാണ്ടവൻ ബീരാൻ സാഹിബ് ഷാഹുല്ലമീദേ കാത്തിടണേ കാഞ്ഞിരമുറ്റം ഷെയ്ഖ് ഫരീദ് അവർ ഔലിയ ഞങ്ങളെ കാത്തിടണേ, ഔലിയ ഞങ്ങളെ കാത്തിടണേ. അനുപല്ലവിയാ. പല്ലവി പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അറിയും. അഹദേ ഞങ്ങളുടെ കഴിവിന്റെ കഴിവുകൾ ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാഹ്, ചൊല്ലി സ്വലാത്ത് സലാമും ചൊല്ലി ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാഹ്. അല്ലേ അല്ലേ? അല്ലാഹു തആല എനിക്ക് ഹിദായത്ത് തരുന്നതിൽ വലിയ കൈ. കാഞ്ഞിരമുറ്റത്ത് ആണ്ട് ഫരീദ് ഔലിയുടെ നേർച്ചടന്ന് ദഫിന് പാട്ടുപാടി കൊടുത്തിട്ട് അത് കഴിഞ്ഞ് കോലി കളിക്കുന്ന ടീമിനും പാട്ടുപാടി കൊടുത്ത് അവിടെ നിന്ന് വരുമ്പോ എന്റെ വാപ്പാന്റെ സുഹൃത്ത് അതേ സൗദിയിലൊക്കെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നെ വിളിച്ച് ഒരു കടയിൽ ഇങ്ങനെ കൊണ്ടുയിരുത്തി അന്നൊരു പാലും വെള്ളം ഒരു കോഴിമുട്ടൊക്കെ മേടിച്ചതിന് എന്നോട് പറഞ്ഞു, അള്ളാഹു നല്ലൊരു ശബ്ദം തന്നില്ല, ഇത് വെറുതെ ഇങ്ങനെ വഴികേടിൽ ഇങ്ങനെ കൊണ്ടു കിടക്കണത്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് നല്ലൊരു സ്ഥാപനത്തിൽ കൊണ്ടാക്കി തരാം. പക്ഷെ അൽഹംദുലില്ലാഹ് അദ്ദേഹം ആ പറഞ്ഞതിന്റെ കാമ്പുണ്ടെന്ന് നമുക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ട് പല വിഷയങ്ങളിലും. അങ്ങനെ വളരെ മലീമസമായ അപകടകരമായ വാദങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവരാം. ജീലാനി ദിനത്തിൽ ആരോടാ തേടണേ? ഷെയ്ഖ് ഫരീദ് ഔലിയാനോടാണ് തേടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അതിന്റെ തുടക്കത്തിൽ ആരോട്? അള്ളാനോട്. ആദ്യത്തെ പല്ലവിയൊക്കെ അള്ളാനോട് തേടി, അനുപല്ലവിയിൽ അള്ളാന്റെ ഔലിയാക്കളോടാ. കുത്തുബിയത്തിൽ അങ്ങനെ തന്നെ പ്രശ്നം. ആദ്യത്തെ വരികളൊക്കെ അള്ളാനോടാ. എന്തുകൊണ്ടെന്നറിയോ? മൊയ്തീഷയിലെ കിതാബ് എടുത്താണ് ആദ്യത്തെ വരികൾ, അതൊക്കെ അള്ളാനോടാണ്. ബാക്കി ഇവർ അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയതാ, അതൊക്കെ മൊയ്തീഷഹിനോടാണ്. മൊയ്തീഷഹ് എങ്ങാനും കേട്ട് തിരിച്ചു വന്ന് നിങ്ങളുടെ മൂക്കറിഞ്ഞുണ്ടോ? കാരണം അദ്ദേഹം പറഞ്ഞത് ഇസ്തിആസ അള്ളാനോടെ പറ്റുന്ന അദ്ദേഹത്തിന്റെ ഫുതൂൽ എന്ന കിതാബ് പേജ് നമ്പർ 136 പള്ളിയിലോദന ലക്ക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈർ നബി പാടില്ല എന്ന അതിന്റെ ആദ്യത്തെ വരി ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയന. അല്ലല്ലാത്തൊരു അതേ പദ ലക്ക അഷ്കു ലാ തഷ്കുവന്ന, ആവലാതിപ്പെടരുതെന്ന. ഖുർആൻ പറഞ്ഞത് ഹൗല ബിൻത് സഅലബ എന്ന് പറഞ്ഞ സഹാബ വനിത സൂറത്ത് മുജാദിൽ 1-ാമത്തെ ആയത്ത് വതഷ്തകി ഇലല്ലാഹ്, ആവലാതിപ്പെട്ടത് അല്ലാഹുവിനോടാണെന്ന്. പ്രിയമുള്ളവരെ, ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോ നിങ്ങളോട് പറയാനുള്ളത് സുന്നത്തിലൂടെ ജീവിക്കുക. വിത്തര തൗഹീദാണ്. അള്ളാഹു ഒറ്റയാണ്, ഒറ്റ ഇഷ്ടപ്പെടുന്നവനാണ്. രാത്രി നിസ്കാരം ഒറ്റയാറക്കാത്തുകൊണ്ട് ദീന് കോമാളിയാവൂല്ല. ഒറിജിനൽ മതം ദിക്റുകൾ പ്രവാചകൻ പറഞ്ഞ പോലെ ചൊല്ലി, സ്വലാത്തുകൾ പ്രവാചകൻ പറഞ്ഞ പോലെ ചൊല്ലി, അതുപോലെ ഖബർ സിയാറത്ത് മുത്തനബി പറഞ്ഞ പോലെ ചെയ്യണ്ടെന്നല്ല പറഞ്ഞേ. ഈ കച്ചവടങ്ങളും അപഹാസ്യപ്പെടുത്തലും വേണ്ട പറഞ്ഞപ്പോഴാണ് മുജാഹിദർക്ക് ഇതൊന്നുമില്ല പറഞ്ഞേ. ഞാൻ പാട്ടുപാടിയൊന്നല്ല, റിഫൈറാത്തിലൊക്കെ ഉള്ള ദിക്റാണ്. നിങ്ങൾക്ക് അറിയാത്തോണ്ട്, നിങ്ങൾ പൊട്ടന്മാരായതുകൊണ്ട് നമ്മളെ പറയും. എന്താണ് www വലിയ ലോകത്തിലേക്ക് കയറിപ്പോയുള്ള പാസ്വേഡ് പോലെ ഹാ ഹൂ ഹി ഹൈ എന്ന് പറഞ്ഞ വലിയ ലോകത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി അത് ചെല്ലണമെങ്കിൽ എത്ര സമയം വേണം? ഷോർട്ടാക്കി പെട്ടെന്ന് ലാഭിച്ചൂടെ? ഹാ ഹൂ ഹി ഹയ്യുൻ. എന്റെ ബാപ്പാന്റെ സുഹൃത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുള്ളി എന്നോട് പറയും, ഞങ്ങളിങ്ങനെ ഒരുമിച്ച് യാത്ര വരുമ്പോ ഇവരിങ്ങനെ ചെല്ലുണ്ടോ ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ. അപ്പൊ ആളെന്നോട് പറയാം, നിനക്ക് മനസ്സിലായിട്ടുണ്ടോ ഇവർ എന്തിനാണ് ഇത്ര വേഗത്തിൽ ചെല്ലി തീർക്കണേ? ആ നെയ്ച്ചോറിന്റെ മണങ്ങനെ വരുമ്പോ എങ്ങനെ മുഴുവൻ ചെല്ലാൻ അവരെ കൊണ്ട് തോന്നുക? അതിനാണ് ഹാ ഹൂ ഹി ഹൈ എന്ന് ഷോർട്ടാക്കിയത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി ഷോർട്ടാക്കി നിസ്കാരം വരെ നമ്മൾ ഷോർട്ടാക്കൂലേ? ദിന്ദിം മാമാ ദിന്ദിം മാമാ ദിന്ദിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ അല്ലൊക്കെ ദിന്ദിം മാമാ ദിന്ദിം മാമാ ദിന്ദി അസ്സലാമു അലൈക്കും. നമ്മൾ സംഭവിക്കോ? ഇസ്ലാമിലുള്ള ഒന്നിനും നമ്മളായിട്ട് ഷോർട്ടാക്കണ്ട. നമ്മളുടെ ഭാഗം ഒന്ന് മതത്തിൽ വെക്കും വേണ്ട, ഒന്ന് എടുത്തു കളയും വേണ്ട. പ്രിയമുള്ളവരെ,
ആരിവരീ മഹാരഥന്മാര് ആരെ തേടണമെന്ന് പറഞ്ഞോ അതുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് വിട പറയാം ഈ സദസ്സിനോട്. മുഹിയുദ്ദീൻ ശൈഖിനോട് തേടുന്നവരെ ഇറാഖിന്റെ ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയില് അല്ലാമ യൂസുഫ് ബിൻ അയ്യൂബുൽ ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ കീഴില് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെ പഠനം നടത്തിയ പണ്ഡിത കുലപതിയുണ്ട്. സാക്ഷാൽ അബ്ദുൽ ഖാദിർ ജീലാനി. ലോകത്തിന് വിലപ്പെട്ട കിതാബുകൾ സമ്മാനിച്ച പണ്ഡിതനാ. അത് മുഹിയുദ്ദീൻ മാലയല്ല, മുഹിയുദ്ദീൻ മൗലൂദല്ല, കുത്തുബിയ്യത്തല്ല. അത് കോഴിക്കോട് നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടാക്കിയതാണെങ്കിലോ ശൈഖിന്റെ കൈപട കൊണ്ട് എഴുതിയ ഫത്ഹുർ റബ്ബാനി, ഫുതൂഹുൽ ഗൈബ് മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയപ്പെടുന്ന ഉന്യത്തുൽ ത്വാലിബീൻ പഠിച്ചോ. അതിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാണാ. പ്രിയമുള്ളവരെ, ബദരീങ്ങളോട് തേടുന്നവരുണ്ടല്ലോ. യാ മൻ ബിഹി ഹല്ലറദ വഹമൻ ബിഹമ്മിൻ നകിദ കുല്ല ഹാദിയം മുസ്തംജിദ യാ അഹ്ല ബദർ ശുഹദാ. ആദിയുണ്ടോ, വ്യാധിയുണ്ടോ, ദുഃഖമുണ്ടോ, വിഷമമുണ്ടോ, വിളിച്ചോ. ബദർ ശുഹദാക്കളെ എന്ന് ബദരീങ്ങളോട് തേടുന്നവരുണ്ടെങ്കിൽ ആരാ ബദരീങ്ങളെന്ന് മറന്നുപോയോ? ആയുധ സാമഗ്രികളില്ലാതെ ഈമാനി കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് അവരിറങ്ങുമ്പോ അവിടെ പടർന്നു പന്തലിച്ചൊരു ആദർശമുണ്ട്. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. കഴിക്കാൻ ഭക്ഷണമില്ല മുറിഞ്ഞ വാൾത്തലപ്പുകളാണ്. ഈത്തപ്പഴത്തിന്റെ മധുരം വായിൽ വെച്ച് നുകർന്ന് പരസ്പരം കൈമാറിയ പട്ടിണിക്കോലങ്ങള് ദൃഢമായ മനക്കരുത്തോടെ തൗഹീദിന് വേണ്ടി ബദറിലിറങ്ങുമ്പോ എന്തിനാണ് ബദർ നടന്നതെന്ന് പഠിക്കാ. 17 ഒട്ടകങ്ങളെ വരെ അറുത്തുകൊണ്ട് ഭക്ഷണം കഴിച്ച 3 ഇരട്ടി വരുന്ന ശത്രുസേനയോട് നേരിടാനായി ഇറങ്ങുന്ന സഹാബത്തിന്റെ അവസ്ഥ അറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയാ ഇത് നിർഭയത്വത്തോടുകൂടെ സകലമാന സഹാബത്തിനെയും അല്ലാഹ് ഉറക്കി കിടത്തുകയാ. എങ്ങനെയാ സമാധാനത്തോടുകൂടെ ഉറങ്ങാൻ കഴിയുന്നത്? 3 ഇരട്ടിയല്ലയോ ശത്രുസേന, പക്ഷേ അല്ലാഹു ഉറക്കി കിടത്തുകയാ. പിറ്റേ ദിവസം ക്ഷീണമില്ലാതെ യുദ്ധം ചെയ്യാനാണെങ്കിൽ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ആരാ? ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിരന്തരമായ തേട്ടമാണ് അല്ലാഹുവിനോട്. കച്ചത്തിന്റെ വെള്ള കാണുമാറ് ഇരു കരങ്ങളും ആകാശ ഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് തേടിയത് അല്ലാഹുമ്മ തുഹ്ലിക് ഹാദിഹിൽ ഇസാബാ. അല്ലാഹുവേ, ഈ ചെറു സംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭാര്യമാരെ വിധവകളാകുമോ, മക്കൾ യതീമുകളാകുമോ എന്ന പേടിയല്ല. ലം തുഅബദ് അബദാ. നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാഹ്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തട്ടം പോലും താഴെ വീണു പോയെന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ണുമിടിക്കുമ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഓടി വന്ന് വാരിപ്പുണർന്നിട്ട് പറയാ, അല്ലാഹു കൈവിടില്ല നബിയേ. എന്തിനാണ് ബദരീങ്ങളുടെ നൊമ്പരങ്ങൾ എന്നറിയോ? ആദ്യമായി ഷഹീദായ ഉബൈദത്തില്ലയോ കണങ്കാലിന് വെട്ടുകൊണ്ട് താഴെ വീഴുമ്പോ നിലത്ത് കിടക്കുന്ന അദ്ദേഹത്തിന് നേരെ വീണ്ടും ശത്രു വാളുകൊണ്ടാഞ്ഞു വെട്ടുമ്പോ തടുക്കാനുള്ള ശ്രമത്തിലൂടെ രക്തം ഇങ്ങനെ ചീറിയൊലിക്കുന്നുണ്ടെങ്കിൽ വാരിയെടുത്ത റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലൂടെ കൊണ്ടുവന്ന് കിടച്ചുമ്പോ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞില്ല നബിയേ, ചുഗന്ധേനുബൈദത്തെ എടുത്തത് അമ്മ ചോരും ദേവരും വഴി കൊഴുകൈതമ്മ നികരറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ നേശാതിരുമുമ്പിൽ കിടത്തിക്കൊണ്ടേ. എന്റെ കൈ വീണ് പോയി റസൂല്, എന്റെ കാല് വീണ് പോയി റസൂല്. ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ മരിച്ച ബദർ ശുഹദാക്കളിൽ പെടുമോ നബിയേ? ബദർ യുദ്ധക്കളം വിട്ട് പിരിന്തോ ഞാനേ, ബദർ ശുഹദാക്കളിൽ ഞാനോ പെടുമോ തേനേ?
അങ്ങവിടെ ബദറിന്റെ രണഭൂമിയിലൂടെ ഷഹീദാവാന് മോഹിച്ചവനാ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ കിടന്നാൽ ഷഹീദാകുമോ? പാതിരാവിലും പാതി വിരിയുന്ന പാരിജാതങ്ങൾ തോറ്റുപോകുന്ന പുഞ്ചിരിയുണ്ടെങ്കിലോ അത് ലോകത്തിന്റെ മുത്തിൻ്റെതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിന്റെ മുഖമങ്ങ് വാടുകയാ, കണ്ണ് നിറഞ്ഞൊലിക്കുകയാ. കൊഞ്ചം ബദർ പോച്ചുടനക്കിയും ഈ ബദർ ശുഹദാക്കളിൽ നീയോ പെടുമേ തേനേ. നീ എവിടെ കിടന്ന് മരിച്ചാലും ഷഹീദാണ് ഉബൈദ. എന്തിനാ ശുഹദാക്കൾ അവരുടെ കയ്യും കാലും കൊടുത്തത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ മക്കളെ യതീമുകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ കുടിലുകൾ അന്യായമാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തിനാണെങ്കിൽ ആ ബദരീങ്ങളോട് ഹൃദയത്തിന്റെ കോണിലോടെ സ്നേഹമുണ്ടോ? എങ്കിൽ ആ ബദരീങ്ങളോട് തേടാനില്ല. ആ ബദരീങ്ങള് പറഞ്ഞ അല്ലാ മുത്തുനബിയോട് തേടുന്നവര് ആരാണ് റസൂൽ എന്നറിയണേ. സൂറത്ത് ജിന്നിന്റെ 20-ാമത്തെ ആയത്തിലൂടെ കാണാ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച, അതിനു വേണ്ടി മർദ്ദനങ്ങൾ അനുഭവിച്ച, മക്ക എന്നുള്ളത് മണൽത്തരികളല്ല, പാറനിബിഡമാണ്. അവിടെയാ അല്ലാഹുവിന്റെ ഹബീബിനെ ചവിട്ടിയതെങ്കിൽ, അവിടെയാണ് രക്തം വാർന്നൊലിച്ചത് എങ്കിൽ, പറന്ന് വീണ മണ്ണിനോട് മഹബത്തുള്ളവരല്ലയോ മക്കയുടെ മണ്ണിൽ നിന്ന് റസൂലുള്ളാഹിനെ ആട്ടിയോടിക്കുമ്പോ ഇരുട്ടിന്റെ മറവിലെ കഅബാലയത്തിന്റെ മണ്ണിലെ കണ്ണീരോടെ യാത്ര പറഞ്ഞത്, അലിംതു അന്നക ഖൈറു അർളില്ലാഹ്. എനിക്കറിയാം അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടതായ ഭൂമി നീ തന്നെയാ. നിന്റെ ആളുകൾ എന്നെ ആട്ടിവിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞാൻ പുറത്തേക്ക് പോകില്ല എന്ന് പ്രവാചകനോ. ഉയരമുള്ള സ്ഥലങ്ങളിലെത്തുമ്പോ തിരിഞ്ഞു നോക്കിയെന്ന പറന്ന് വീണ മക്കയുടെ മടിത്തട്ടിനോട് പിച്ചവെച്ച് നടന്ന മക്കയുടെ മാറിടത്തോട് ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട് ഹൃദയം ഭരിച്ചെടുത്ത വേദനയോടുകൂടെ യാത്ര പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ല നബിയേ, ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്കാ. അങ്ങ് തിരിച്ചു വരും ഈ ഒരു മണ്ണിലേക്കോ. എന്തിനാ ഹബീബിന്റെ നൊമ്പരങ്ങള് തായിഫിന്റെ മണ്ണിലെ രക്തം വാർന്ന് വീണു പോയതും ദീനാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പ്രവാചകനോട് ഹൃദയത്തിന്റെ കോണിൽ സ്നേഹമുണ്ടോ? എങ്കിൽ ആ നബിയോട് തേടാനില്ല. ആ റസൂല് പറഞ്ഞ അല്ലാഹ്, അണ്ടകടാഹങ്ങളുടെ സെട്ടാവായ അല്ലാഹ്, ബ്രഹ്മാണ്ടങ്ങളുടെ സെട്ടാവായ അല്ലാഹ്, സകലചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, അവനെന്തിനും കഴിവുള്ള ഖദീറ, എല്ലാം കാണാൻ കഴിവുള്ള ബസീറ, എല്ലാം കേൾക്കാൻ കഴിവുള്ള സമീഅ, തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാഹ്. നമ്മളുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാഹ്, അവനേകനായ റബ്ബാണെങ്കിൽ ആ റബ്ബിലേക്ക് തിരിച്ചോ നമ്മളുടെ കരങ്ങളെ. അത്രേ നമുക്ക് പറയാനുള്ളൂ. അള്ളാഹിനേക്കാൾ കേൾക്കുന്നവരില്ല, അള്ളാഹിനേക്കാൾ അറിയുന്നവരില്ല. പ്രിയമുള്ളവരെ, വാശിയല്ല, വൈരാഗ്യമല്ല, ബദരീങ്ങൾ പറഞ്ഞ ആദർശത്തിലേക്ക്, ശുഹദാക്കൾ പറഞ്ഞ ആദർശത്തിലേക്ക്, ഔലിയാക്കൾ പറഞ്ഞ ആദർശത്തിലേക്ക്, ആ ആദർശത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിച്ചത്. പരലോകത്തിന് വേണ്ടിയിട്ടാണ്. ശിർക്ക് വന്നോ, അള്ളാഹു സ്വർഗം ഹറാമാക്കിയതാണ്, നരകമാണ് അവരുടെ സങ്കേതം. 5-ാം അധ്യായം 72-ാമത്തെ ആയത്ത്. ബിദ്അത്ത് വന്നോ, പുത്തനാചാരം വന്നോ, ഹൗദുൽ കൗസർ തടയപ്പെടുമെന്ന് ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അവർ നരകത്തിലെത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഖുത്ബ നടത്തിയിട്ടുണ്ടോ ആ ഖുത്ബയിൽ ഗൗരവത്തോടെ പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് പൂർണ്ണമായി മുത്തനബിയുടെ ദീനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവെ അനുഗ്രഹിക്കണേ അല്ലാഹ്. കത്തിയാളുന്ന നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങൾ ആരെയും നീ മാറ്റല്ല അല്ലാഹ്. സ്വർഗം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവെ പരലോക വിജയം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي غزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله വസ്സഹ്ബിഹി അജ്മഈൻ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണേ എന്ന ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.